السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الحمد لله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش. والصلاة والسلام على من لا نبي بعده والذي أنزل عليه الفرقان العظيم لهداية الأنام من الضلال إلى الهدى وعلى آله وصحابه الذين اتبعوه في كل وقت وحين والذين اتبعوهم بإحسان إلى يوم الدين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم اهدنا الصراط المستقيم صراط الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وحسن أولئك رفيقا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي يسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. وقال نبينا وحبيبنا محمد صلى الله عليه وسلم لا يؤمن أحدكم حتى يكون هواه تبعا لما جئت به. دعني تقدم يا حبيبي لا تخف أبشر تناجي ربك القيوم.
मस्जिद तो बना दी शब्बर में, मस्जिद तो बना दी शब्बर में, ईमान की हरारत वालों ने। मन अपना पुराना पापी हूँ, बरसों में नमाजी बन न सका। എല്ലാവരും ഒന്നിച്ച് ഒരു 3 സ്വലാത്ത് ചൊല്ലുക. സല്ലല്ലാഹു അലാ മുഹമ്മദ്, അലാ മുഹമ്മദ്. നിങ്ങളെ സൗണ്ടിൻ്റെ പ്രശ്നമില്ല. ഞാൻ പൊക്കം കുറവാണ്, ചെറിയ മനുഷ്യനാണ്, സൗണ്ടും ചെറുതാണ്. അപ്പോൾ അതിനെ നിങ്ങളവിടെ വലുതാക്കി തന്നാണ്. اللهم صل على محمد يا ربي صل عليه وسلم. സമാധരണീയരായ വേദിയുടെ അധ്യക്ഷപദം അലങ്കരിച്ചിരിക്കുന്ന മഹല്ല് ജമാഅത്തിൻ്റെ അഭിവന്ദനായ വൈസ് പ്രസിഡന്റ് PK മുഹമ്മദ് സാഹിബ് അവർകളെ, നമ്മുടെ ഈ 3 ദിവസം നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടന ദിവസമായി ഇന്ന് നമ്മുടെ വേദി ഉദ്ഘാടനം ചെയ്ത് നമ്മളോട് സംസാരിച്ച മഹലിൻ്റെ അഭിവന്ദനായ ഖതീബ്, പ്രിയങ്കരനായ സഹപ്രവർത്തകൻ, ദാറുൽ ഹുദ കുടുംബത്തിലെ അംഗവുമായ യൂസുഫ് ഹുദവി ഉസ്താദ് അവർകളെ, വേദിക്ക് സ്വാഗത ഭാഷണം നടത്തിയ മഹലിൻ്റെ അഭിവന്ദനായ ജോയിന്റ് സെക്രട്ടറി റാഷിദ് ദാരിമി ഉസ്താദ് അവർകളെ, പരിശുദ്ധ ഖുർആന്റെ വിസ്മയാവഹമായ ഖുർആന്റെ ആയത്തുകൾ കൊണ്ട് ഈ സദസ്സിനെ ധന്യരാക്കിയ ഖുർആൻ അക്കാദമിയിലെ വിദ്യാർത്ഥി കൂടെയായ ഇസ്മായിൽ എടവരാട് അവർകളെ, വേദിയിൽ ഉപവിട്ടരായ മഹല്ല് ജമാഅത്തിൻ്റെ അഭിവന്ദനായ പ്രസിഡന്റ്, ആദരണീയരായ ഉസ്താദ് അവർകളെ, അതേപോലെ ജനറൽ സെക്രട്ടറി, പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട ഇബ്രാഹിം കടക്കമുള്ള വേദിയിൽ ഉപവിട്ടരായ പ്രിയപ്പെട്ട സുപ്പി ഹാജി, കാഞ്ഞിരക്കടവത്ത് കുഞ്ഞബ്ദുള്ള ഹാജി, പച്ചിലക്കാട് പി അഹമ്മദ് മാസ്റ്റർ, പടിഞ്ഞാറയിൽ അഹമ്മദ് മാസ്റ്റർ, മുഹമ്മദ് കുരുകുളത്തിൽ, സാബിത്ത് മാസ്റ്റർ തെക്കോലത്തടക്കമുള്ള മഹലിൻ്റെ അഭിവന്ദരായ കമ്മിറ്റി ഭാരവാഹികളെ, ഈ മഹലിന് നേതൃത്വം നൽകുന്ന മഹോന്നതരായ നേതാക്കളെ, വേദിയെ ധന്യമാക്കിയ മഹോന്നതരായ പണ്ഡിതന്മാരെ, പരിശുദ്ധമായ മെഹറാജിൻ്റെ ഈ രാത്രി പ്രാർത്ഥനാപൂർവം ഈ സദസ്സിനെ ധന്യമാക്കാനായി, ഈ രാവിനെ ധന്യമാക്കാനായി ഇവിടെ എത്തിച്ചേർന്ന സ്നേഹനിധികളായ മഹല്ലിലെ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ കാരുണ്യം വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാവിൽ പ്രപഞ്ചനാഥനായ അല്ലാഹുവിൻ്റെ കാരുണ്യത്തിന് ലഭിക്കുന്ന, അല്ലാഹുവിൻ്റെ കരുണയ്ക്ക് വിധേയമാകുന്ന, അല്ലാഹുവിൻ്റെ കാരുണ്യമെന്ന സൗഭാഗ്യം കൊണ്ട് ധന്യരാകുന്നവരിൽ അല്ലാഹുവേ ഈ ഇൽമിൻ്റെ സദസ്സിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും നീ ഉൾപ്പെടുത്തണമല്ലാ. ആമുഖമായി ഞാൻ ദുആ ചെയ്യുകയാണ്. ഇതൊരു വല്ലാത്ത രാവാണ്. നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇന്നത്തെ വിഷയം സാധാരണ പ്രാർത്ഥനാ മജ്ലിസ് എന്ന് കൊടുക്കാറുള്ളത് സമാപന ദിവസമാണ്, അങ്ങനല്ലേ? വയലിൻ്റെ സമാപന ദിവസം പ്രാർത്ഥനാ മജ്ലിസ് എന്ന് കൊടുക്കാറുള്ളത്. ഇന്ന് എന്ത് വിഷയമാണ് പറയേണ്ടത് എന്ന്, എന്ത് വിഷയമാണ് പറയുന്നത് എന്ന് പ്രിയപ്പെട്ട എൻ്റെ ഇബ്രാഹിം വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മെഹറാജിൻ്റെ രാത്രിയിൽ മെഹറാജ് അല്ലാതെ എന്തു പറയാൻ? ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും രാത്രിയിൽ അതല്ലാതെ എന്തു പറയാൻ? അത് പറയുകയും പറയുന്നതിനേക്കാൾ പ്രാധാന്യത്തോടെ
പ്രപഞ്ചനാഥനായ അള്ളാഹുവിലേക്ക് മനമുരുകി ദുആ ചെയ്യുകയും ചെയ്യേണ്ട സെക്കൻഡുകളാണിത്. ആ പ്രധാനപ്പെട്ട സെക്കൻഡുകളാ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ സദസ്സിലുള്ളവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു വിശാലമായ വഅദ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നേയില്ല. അള്ളാഹു ഇന്ന് നമ്മളെ ഖബൂൽ ചെയ്ത് കിട്ടുക എന്നതാണ് ഈ രാത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതാണ്, അതിനാണ് അള്ളാഹു റജബും ശഅബാനും ഒക്കെ തന്നത്. അള്ളാഹു എന്തിനാ റജബ് തന്നത്? പ്രപഞ്ചനാഥനായ അള്ളാഹു എന്തിനാ ശഅബാൻ നമുക്ക് കനിച്ചു തന്നത്? വറമളാനു ശഹ്റു ഉമ്മത്തി, റമളാൻ എൻ്റെ ഉമ്മത്തിന് അല്ലാഹു പ്രത്യേകമായി സമ്മാനിച്ച ഗിഫ്റ്റാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഇതൊക്കെ എന്തിനാണ്? ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഒരുക്കിയിരിക്കുന്ന അവസരമാണ്. ഒന്ന്. രണ്ട്, പ്രപഞ്ചനാഥനായ റബ്ബിലേക്ക് കൂടുതൽ അടുത്തു ചെല്ലാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉപയോഗപ്പെടുത്താനുള്ള അവസരങ്ങളാണിതെല്ലാം. അതിനാ റജബും ശഅബാനും ഒക്കെ. പരിശുദ്ധമായ റമളാൻ നമ്മുടെ പതിവാതിൽക്കലെത്തി നിൽക്കുകയാണ്. റമളാനിന്റെ വിളംബരം റമളാനിന്റെ 2 മാസങ്ങൾക്ക് മുമ്പേ നടത്തിയവരാണ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം സ്വലാത്തല്ലാണ്, വയലൊന്നും ഞാനും പറയില്ല, കുറേ വയലൊന്നും പറയില്ല. നമ്മൾ നന്നായി ദ്വാരക്ക ചെയ്യാം. എന്നാൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെയെങ്കിലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നമ്മൾ അകപ്പെട്ട് കിട്ടണം. അള്ളാഹുവെ ചേർത്തി തരണേ റബ്ബേ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും ചെറിയ സന്ദേശം ഒരു ചെറിയ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ചൊല്ലേണ്ട ചില ദിക്റുകളുണ്ട്, ഇന്ന് നടത്തേണ്ട ചില പ്രാർത്ഥനകളുണ്ട്. അതെല്ലാം ഉൾപ്പെടുത്തി നമ്മളൊന്ന് ദുആ ചെയ്ത് പിരിയും. അല്ലാഹുവേ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്, ഖബൂലാക്കണേ റബ്ബേ. ഏതെങ്കിലും ഒന്നിൽ പെട്ടാൽ മതി. ഏതെങ്കിലും ഒരു ദുആയിൽ നമ്മളങ്ങ് കയറി കിട്ടിയാൽ മതി രക്ഷപ്പെടാൻ. പ്രാർത്ഥന അത്ര വലിയ സംഗതിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിശാലമായ വഅദൊന്നും ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. സന്ദേശവും പ്രാർത്ഥനയും എന്ന് കൊടുക്കാറുള്ള കാരണം തന്നെ അതാണ്. അള്ളാഹുവിനറിയാം, മനുഷ്യനെ മലക്കുകളെ തെറ്റു ചെയ്യാത്ത പ്രകൃതത്തിൽ സൃഷ്ടിച്ച റബ്ബ് തന്നെയാണ് മനുഷ്യനെ തെറ്റു ചെയ്യുന്ന പ്രകൃതത്തിൽ സൃഷ്ടിച്ചത്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, അള്ളാഹുവിന്റെ കോടാനകോടി മലക്കുകളിൽ ഒരു മലക്ക് തെറ്റു ചെയ്യാൻ ഉദ്ദേശിച്ചാൽ എന്ന് പോലും ഞാൻ പറയുന്നത് നിരർത്ഥകമാണ്, ശരിയല്ല. കാരണം ഒരു മലക്ക് തെറ്റി വിചാരിക്കുക പോലും ചെയ്യാനുള്ള പ്രകൃതം അല്ലാഹു മലക്കുകളിൽ സൃഷ്ടിച്ചു വച്ചിട്ടില്ല. മലക്കുകളെ അല്ലാഹു ശുദ്ധ പ്രകൃതത്തിലാണ് സൃഷ്ടിച്ചത്. തെറ്റുകൾ അവരില്ലെന്ന് വരില്ല. മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് തെറ്റിന്റെ പ്രകൃതത്തിലാണ്. തെറ്റ് ചെയ്യാനുള്ള മാനസികമായ വെമ്പൽ അവനിൽ നിന്നുണ്ടാകും. പലപ്പോഴും ദേഹേച്ഛകൾക്ക് വഴിപ്പെട്ടവൻ തെറ്റു ചെയ്തു പോകും. പക്ഷേ തെറ്റു ചെയ്തു പോയ മനുഷ്യൻ ഈ പ്രകൃതത്തിലാണ് അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചത്. പക്ഷേ തെറ്റ് ചെയ്തു പോയ മനുഷ്യന് അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുന്നുണ്ടോ എന്നറിയുന്നത് അത് അല്ലാഹു തആല നൽകുന്ന, അല്ലാഹു നടത്തുന്ന ഒരു പരിശോധനയാണത്. അല്ലാഹു തആല അതിന്റെ തന്നെ ചില ചാൻസുകളുണ്ട്. ആ ചാൻസ് ആണ് റജബ്, അതാണ് ശഅബാൻ, അതാണ് റമളാൻ. പരിശുദ്ധമായി മാസങ്ങളൊക്കെ കടന്നു പോകുമ്പോ, അതേപോലെ വർഷത്തിൽ പല മാസങ്ങളുണ്ട്, ആഴ്ചകളിൽ ചില ദിവസങ്ങളുണ്ട്. ഇതൊക്കെ അല്ലാഹു തആല അതിന് വേണ്ടി ഒരുക്കി വെച്ചതാണ്. പ്രപഞ്ചനാഥനായ അല്ലാഹു ആ സമയം നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് അല്ലാഹു പരിശോധിക്കും. അവിടെ നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. റജബ് ഒന്ന് കടന്നു വന്നപ്പോ ഒരിക്കലെങ്കിലും എടാ റജബിന്റെ രാത്രിയിൽ അല്ലാഹ് എനിക്ക് പുറത്തു തരണേ എന്ന് കഴിഞ്ഞുപോയ ജീവിതത്തിലെ തെറ്റുകൾ ഓർത്ത് നീ പറഞ്ഞിരുന്നടാ എന്ന് അല്ലാഹു ചോദിക്കും. പരിശുദ്ധമായ റജബിലെ 27ാമത്തെ രാവ് അല്ലാഹു തആല ഒരു വർഷത്തിലെ 355 ദിവസങ്ങളിൽ ചാന്ദ്രവർഷപ്രകാരമുള്ള ദിവസങ്ങളിൽ 355 ദിവസങ്ങളിലെ
അള്ളാഹുവിന്റെ ഹബീബിനെ തന്റെ സന്നിധിയിലേക്ക് 354 ദിവസങ്ങളിൽ അള്ളാഹു തന്റെ ഹബീബിനെ തന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകാൻ, പടച്ച റബ്ബിനോട് അടുത്തു കൊണ്ടുപോകാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും രാത്രിയിൽ അള്ളാഹു നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. നിങ്ങളുടെ പ്രതിനിധിയാണല്ലോ എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യകുലത്തിന്റെ പ്രതിനിധിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനെ അല്ലാഹു തആല റസൂലുള്ളാഹിനെ തന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹു തെരഞ്ഞെടുത്ത ദിവസം, തന്റെ സന്നിധിയിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല രാവാണ് എന്ന് അല്ലാഹു നൽകിയ സന്ദേശമാണത്. അതുകൊണ്ട് ഉപയോഗപ്പെടുത്തണം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഒരുപാട് വിഷയങ്ങൾ പഠിക്കലല്ല ഇന്നത്തെ രാവിന്റെ വിഷയം. ഇന്നത്തെ രാവിന്റെ വിഷയം കടന്നു പോകുന്ന ഓരോ സെക്കൻഡുകളും ഉപയോഗപ്പെടുത്തലാണ്. അല്ലാഹുവേ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ നീ തൗഫീഖ് ചെയ്യണേ റബ്ബേ. ഇസ്രാഉം മിഅ്റാജും റസൂലുള്ളാഹിന്റെ ഒരു ടൂറാണ്. ഞാനത് ടൂർ എന്ന് പറഞ്ഞത്, നമ്മൾ ഇന്ന് ടൂറിന്റെ ഒരു കാലമാണ് അല്ലേ? കൊറോണ കഴിഞ്ഞതിന് ശേഷം എല്ലാ മനുഷ്യന്മാരും ടൂറാണ് അല്ലേ? അല്ലേ? വയസ്സന്മാരും ടൂർ പോയില്ലേ? അപ്പം ഇല്ലേ? ഉസ്താദും പോയിണെന്നാ തോന്നണേ. നിങ്ങൾ പോയില്ലേ കുട്ടികളായിട്ട്? ഞാൻ പോയിന്, പറയാൻ പഠിക്കൊന്നും ചെയ്യണ്ട. ഞാൻ പോവല്ലേ. കുട്ടികൾ വീട്ടിൽ നിന്ന് അങ്ങനെ അസ്വസ്ഥരാക്കൂല. ഇടയ്ക്കിടയ്ക്ക് പറയും, ഇടയ്ക്കൊന്നും പറയില്ല, എപ്പോഴെങ്കിലും കൊല്ലത്തിലൊരു തവണയൊക്കെ ഒന്ന് പറയും. എല്ലാവരും പോവാണ്. എന്തിനായി ടൂറ് പോകുന്നത്? നന്നായി ശ്രദ്ധിക്കണേ. ഞാൻ കുറച്ചേരം വിഷയം പറയാം, പിന്നെ ദ്വാരക്കും. എന്തിനാ ടൂറ് പോണ്? എന്നെ കിട്ടേണ്ട മറുപടി. സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല മറുപടിയാണ്. ടൂർ പോകാൻ പറ്റുമോ? അമ്പായിക്കാൻ നിങ്ങൾ കൊണ്ടില്ല ചിരിക്കാൻ. ടൂർ പോകാൻ പറ്റുമോ? പറ്റൂലെന്നാ. പോണെന്നാ അല്ല പറഞ്ഞേ. ഇത് കേട്ടിട്ട് നാളെ വെട്ടിങ് കിതാബ് ഇറങ്ങാൻ നിൽക്കണ്ടേ? ഭൂമിയിലൂടെ സഞ്ചരിക്കൂ. ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ അല്ലാഹു പറഞ്ഞത്. ടൂറിന് പല ലക്ഷ്യങ്ങളുണ്ട്. ഈടെ ഞാൻ ഒരു സ്ഥലത്ത് ടൂർ പോകാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പോകാറുണ്ട്. ഞാൻ ചോദിച്ചു എന്തിനാ? അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു എന്റർടൈൻമെന്റിനാണ്, ആസ്വാദനത്തിനാണ്, ഉല്ലാസത്തിനാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ടൂർ ഉല്ലാസത്തിന്റെ ടൂറല്ല, പഠനയാത്രയാണ്. പഠിക്കാൻ പോകണം എന്നാ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് അല്ലാഹു കൊണ്ടുപോയി. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശം കടന്ന് അല്ലാഹുവിന്റെ സന്നിധിയിൽ കൊണ്ടുപോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൽസ്ഥാനത്ത് തന്നെ അല്ലാഹു തആല കൊണ്ടുവന്നാക്കുകയാണ്. ഈ യാത്രയാണ് ഇസ്രാഉം മിഅ്റാജും എന്ന് പറയുന്നത്. ഇസ്രാ എന്ന് പറഞ്ഞാൽ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധമായ മക്കയിലെ പള്ളിയായ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് രാത്രിയുടെ അല്പസമയം കൊണ്ട് അല്ലാഹു തആല കൊണ്ടുപോവുകയാണ്. ഈ യാത്രക്കാണ് ഇസ്രാ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ നേരെ പറഞ്ഞ സംഗതിയാണിത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയെ രാപ്രയാണം നടത്തിയവൻ അല്ലാഹു തആല എത്ര പരിശുദ്ധനാണ്. ബിഅബ്ദിഹി നം സ്വപ്നത്ത് ഉറക്കത്ത് കൊണ്ടുപോയി നല്ലേ. ബിഅബ്ദിഹി അടിമയെന്ന് ഭൂമിയിൽ പറയണോ? റൂഹിന് മാത്രം അടിമയെന്ന് പറയില്ല. ശരീരവും ആത്മാവും ചേർന്ന നമ്മുടെ ഈ ശരീരത്തിന് ഭൂമിയിൽ അടിമ എന്ന പ്രയോഗം സാധൂകരിക്കപ്പെടുകയുള്ളൂ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദി, അല്ലാഹു തന്റെ അടിമയെ കൊണ്ടുപോയവൻ എത്ര പരിശുദ്ധനാണ്. രാപ്രയാണം നടത്തിയവൻ മിനൽ മസ്ജിദിൽ ഹറാം, മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇലൽ മസ്ജിദിൽ അഖ്സൽ
അല്ലദീ ബാറകനാ ഹൗല മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം നടത്തിയവൻ എത്ര പരിശുദ്ധനാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല എടുത്തു പറഞ്ഞത് ഇസ്രാഇന്റെ യാത്രയാണ്. ലൈലൻ ലൈലൻ, പണ്ഡിതന്മാരിരിക്കുന്നുണ്ട് ഈ സദസ്സിൽ, വേദിയിലുണ്ട്. ലൈലൻ, രാത്രിയുടെ ഒരല്പസമയം കൊണ്ട്, അതായത് നൂറുകണക്കിന് മൈലുകൾ യാത്ര ചെയ്താലേ മസ്ജിദ് മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലെത്താൻ പറ്റുകയുള്ളൂ. ആ സ്ഥലത്തേക്ക് ലൈലൻ, യാതൊരു യാത്രാ സൗകര്യവുമില്ലാത്ത കാലത്ത് ഒട്ടകത്തിന് മുകളിലോ കുതിരപ്പുറത്തോ മാത്രം സഞ്ചരിക്കാൻ മനുഷ്യൻ പഠിച്ചിരുന്ന കാലത്ത് നൊടിയിട കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ അല്ലാഹുവിന്റെ ഹബീബിനെ രാപ്രയാണം നടത്തിയ റബ്ബത്ര പരിശുദ്ധനാണ്. കുറെ കാര്യം പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യം. ഇതൊരു സ്വപ്നത്തിലെ യാത്രയായിരുന്നില്ല എന്ന് ആയത്തിന്റെ പ്രയോഗം തന്നെ പഠിക്കുന്നുണ്ട്. സുബ്ഹാനല്ലദീ, വേറെ സംഗതികളൊന്നും പറയുമ്പോ ഈ ഒരു പ്രയോഗം ഖുർആൻ നടത്താറില്ല. സുബ്ഹാനല്ലദീ, നമ്മളെപ്പോഴാ സുബ്ഹാനല്ലാഹ് എന്ന് പറയല്? എന്തെങ്കിലും ഒരു അത്ഭുതം കാണുമ്പോഴല്ലേ അല്ലേ? ഒരാൾ ഒരു കാർ, ഇങ്ങനെ കാറിൽ ഒരാൾ യാത്ര ചെയ്യാൻ, ഈ കാറ് പെട്ടെന്നൊരു 4 തവണ മറിഞ്ഞു. നമ്മളെല്ലാവരും കൂടെ ഓടി വന്നപ്പോ ഈ കാറിനുള്ളിൽ ഉണ്ടായിരുന്ന യാത്രികൻ പരിക്കൊന്നുമില്ലാതെ പുറത്തു വരികയാണ്. നമ്മൾ പറയും സുബ്ഹാനല്ലാഹ്, അത്ഭുതം തന്നെയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, ഉറക്കത്തിലുള്ള പ്രയാണമായിരുന്നെങ്കിൽ, സ്വപ്ന ദർശനമായിരുന്നെങ്കിൽ സുബ്ഹാന എന്ന പ്രയോഗം തന്നെ അപ്രസക്തമാണ്. അപ്പൊ ഇത് ശരീരം കൊണ്ട് നടത്തിയ യാത്രയാണ്. സൂപ്പർസോണിക് വിമാനങ്ങളില്ല, ദ്രുതഗതിയിൽ സഞ്ചരിക്കാനുള്ള വാഹനങ്ങൾ ലോകം അന്ന് കണ്ടെത്തിയിട്ടില്ല. മണിക്കൂറിൽ 5000, 6000, 10000, 25,000 കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള മോഡേൺ സംവിധാനങ്ങൾ ആ കാലഘട്ടത്തിലില്ല. അന്നാണിത് അല്ലാഹുവിന്റെ ഹബീബിനെ രാത്രിയുടെ അല്പനേരം കൊണ്ട് അല്ലാഹു കൊണ്ടുപോകുന്നത്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ കഅബയുടെ പരിസരത്ത് ഒരു റിപ്പോർട്ട് പ്രകാരം സംസം കിണറിന്റെയും അതേപോലെ മഖാം ഇബ്രാഹിമിന്റെയും ഇടയിലായി റസൂലുള്ളാഹി ഇങ്ങനെ കിടക്കുകയാണ്. ഇതേപോലെ ഒരു റജബ് 27ന്റെ രാവാണ്. ഇതേപോലെ ഒരു റജബ് 27ന്റെ രാവ്. ഇന്നിപ്പോൾ അവിടെ കിടക്കാനൊന്നും പറ്റൂല, എല്ലാ സമയത്തും തവാഫ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നബി ഇങ്ങനെ ഉറക്കത്തിന്റെയും ഉണർച്ചയുടെയും ഇടയിൽ ഇങ്ങനെ കിടക്കുമ്പോഴാ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ച് പിളർക്കുകയാണ്, ഹൃദയം പുറത്തെടുക്കുകയാണ്. സംസം വെള്ളം കൊണ്ട് കഴുകി ഈമാനും ഹിക്മത്തും നിറച്ച് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹൃദയം തൽസ്ഥാനത്ത് തന്നെ പതിട്ടിക്കുകയാണ്. അപ്പോഴേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്ന വാഹനമുണ്ട്. ബുറാഖ് എന്നാണ് ആ വാഹനത്തിന്റെ പേര്. ബുറാഖിന്റെ പ്രത്യേകത, അതിന്റെ കണ്ണെത്താ ദൂരമാണ് അതിന്റെ കാലുകൾ പോയി പതിയുന്നത്. കണ്ണെത്താ ദൂരം അതിന്റെ കാലുകൾ പോയി പതിയും. അത്ര ദ്രുതഗതിയിൽ സഞ്ചരിക്കുന്ന വാഹനമാണ്. ആ ബുറാഖ് എന്ന വാഹനവുമായി ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. അള്ളാന്റെ ഹബീബിനെ ആ വാഹനത്തിന്റെ പുറത്ത് കയറ്റുകയാണ്. റസൂലുള്ളാഹിയുമായി യാത്ര ചെയ്യുകയാ. ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് ആദ്യത്തെ യാത്ര. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദ്യമായി ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്തിനാ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയത്? എന്തിനാ അവിടെ നിന്ന് 7 ആകാശങ്ങളൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോയത്? ലിനുരിയഹു മിൻ ആയാതിനാ. പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ കാഴ്ചകൾ കാണാനെന്ന് ഈ സ്റ്റേജിലിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ പേരെനിക്കറിയില്ല. അവർ പറഞ്ഞ പോലെ അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു കൊണ്ടുപോയത് ലിനുരിയഹു മിൻ ആയാതിനാ. അല്ലാഹു പറയാണ്, എന്റെ പല ദിട്ടാന്തങ്ങളും റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുക്കാനാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരഭിപ്രായ പ്രകാരം മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്രയിലാണ്. ആ യാത്രയിൽ തന്നെ പല അത്ഭുതങ്ങളും അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹു കാണിച്ചു കൊടുക്കാൻ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും ഇങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്ന് റസൂലുള്ളാഹി ഒരു കാഴ്ച കാണുകയാണ്. എന്താണ് ആ കാഴ്ച എന്നറിയുമോ?
ഒരു പറ്റം ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. റസൂലുള്ള കാണുന്നത് ആ കൂടി നിൽക്കുന്ന ആളുകൾക്ക് നടുവിൽ ഒരാളെ എങ്ങനെ മലത്തി കിടത്തിയിരിക്കുകയാണ്. ചുറ്റുഭാഗത്തുമുള്ള ആളുകൾ വലിയ പാറക്കല്ലെടുത്തിട്ട് ഈ മലത്തി കിടത്തിയിരിക്കുന്ന ആരുടെ തല ഇങ്ങനെ അടിച്ചു പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കണേ, ലിനുരിയഹു മിൻ ആയാതിനാ. അല്ലാഹുവിന്റെ ഹബീബായ യാത്രയിൽ കണ്ട പല കാഴ്ചകളും സ്വഹാബികൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുത്തു. ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിക്കാനാ റസൂലുള്ളാഹിനെ നമ്മൾ കൊണ്ടുപോയത്. കേൾക്കണേ, ഒന്നാമത് അല്ലാഹുവിന്റെ ഹബീബ് കണ്ടത് ഈ രംഗമാണ്. ചുറ്റുഭാഗത്തും നിൽക്കുന്നവർ കിടന്നിരിക്കുന്ന ആരുടെ തലപ്പാറക്കല്ലുകൾ കൊണ്ട് അടിച്ചു പൊട്ടിക്കുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിക്ക് ഒരു വേദനയും സഹിക്കാൻ പറ്റൂല. പുണ്യനബി വേദനാജനകമായ രംഗം കണ്ടപ്പോ ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീലേ അലൈഹിസ്സലാം, ആരാണ് ആ കിടക്കുന്നയാൾ? ജിബ്രീൽ. ആരാണ് ചുറ്റുഭാഗത്തും നിൽക്കുന്ന ആളുകൾ? ജിബ്രീൽ. എന്തിനാണ് ആ ചുറ്റുഭാഗത്തും നിൽക്കുന്നവർ കിടത്തിയിരിക്കുന്ന ആരുടെ തലമണ്ട പാറക്കല്ലുകൾ കൊണ്ട് അടിച്ചു പൊട്ടിക്കുന്നത്? മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ, ആ നിൽക്കുന്നത് ആരാണെന്നറിയുമോ? കൂടി നിൽക്കുന്നത് സബാനിയത്തിന്റെ മലക്കുകളാ, അദാബിന്റെ മലക്കുകളാ, ശിക്ഷ കൊണ്ട് അല്ലാഹു ഏൽപ്പിച്ച മലക്കുകളാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാ, ശിക്ഷയുടെ ചുമതലയുള്ള മലക്കുകളായ റസൂലുള്ളാഹ്. അത് ആ നടുവിൽ മലത്തി കിടത്തിയിരിക്കുന്ന ആളാരാണെന്നറിയുമോ നബിയേ? ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. ഒരു ദിവസം 5 നേരത്തെ നിസ്കാരം അല്ലാഹു നിങ്ങളുടെ മേൽ നിർബന്ധ കൽപ്പനയാക്കി മാറ്റിയിരിക്കുന്നുവെന്ന്, സമയനിർണിതമായ നിർബന്ധ കൽപ്പനയാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട്, യാ റസൂലല്ലാഹ്, 24 മണിക്കൂറിൽ ഒരു 5 നേരം ഹയ്യ അലസ് സ്വലാഹ്, നിസ്കരിക്കൂ, നിസ്കരിക്കാൻ വരൂ, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ എന്ന വിളിയാളം ഉണ്ടാകുമ്പോ ഒരു 5 നേരം എല്ലാ നിഅമത്തും തന്ന പടച്ച റബ്ബിന്റെ മുമ്പിൽ നിസ്കരിക്കാൻ മടി കാണിക്കുന്ന തമ്മാടികൾക്ക് അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്ന ശിക്ഷയാണ്. പെങ്ങളെ കേൾക്കണം, ഇസ്രാ യാത്രയാണ്, മിഅ്റാജ് യാത്രയാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു കൊണ്ടുപോയത് ഈ ഉമ്മത്തിന് വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങൾ കാണിക്കാൻ, അതേപോലെ അപകടങ്ങൾ കാണിക്കാൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിനെ പുറങ്കാല കൊണ്ട് തട്ടിമാറ്റുന്നവർക്ക് വരാൻ പോകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കാൻ. അതിൽ ഒന്നാമത്തെ രംഗമതാണ്. ഇന്നത്തെ കാലം അങ്ങനെ. ഞാനിപ്പോൾ ഇത് പ്രസംഗിച്ച് നിങ്ങൾ യൂട്യൂബിലൂടെ ലോകത്തേക്ക് അങ്ങ് വിട്ടാൽ, നാളെ ഏതെങ്കിലും ഒരുത്തരെടുത്തിട്ട് നിങ്ങൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ എഴുതും, അന്ധകാലത്ത് പ്രസംഗിക്കേണ്ട മൊല്ലമാരുടെ പ്രസംഗമെന്ന്. ആരെന്ത് പറഞ്ഞാലും തിരക്കേടില്ല. അങ്ങനെയുള്ള കാലമല്ലേ. നമ്മുടെ മക്കൾ തന്നെ ഡിഗ്രിക്ക് വന്ന് പഠിക്കുന്ന കുട്ടി ചോദിക്കാണ്, +2 പഠിക്കുന്ന കുട്ടി ചോദിക്കാണ്, അള്ളണ്ടോ? ഖുർആൻ ശരി തന്നെയാണോ? സംശയമായി. ഡിഗ്രി കഴിയുമ്പോൾ പിന്നെ ഇവൾ വന്ന് ചോദിക്കുന്നത്, ക്യാമ്പസുകൾ അവരെ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുകയാണ്. ഡിഗ്രി കഴിഞ്ഞവള് പറയുന്നത് നരകം സ്വർഗമൊന്നുമില്ല, അതൊക്കെ മനുഷ്യനെ പൊട്ടന്മാരാക്കാൻ പേടിപ്പിച്ചു നിർത്തുകയാണ്. ഈ ലോകം ആസ്വദിക്കാനുള്ള ലോകമാണ്. പെങ്ങളെ, നീ എങ്ങനെ ഇത് പറയുന്നടി? അല്ലാഹു പറയുകയാ, അല്ലയില്ല, നരകമില്ല, സ്വർഗമില്ലെന്ന് പറയുന്നവരെ, അലം യകുൻ നുത്ഫതൻ മിൻ മനിയ്യുംനാ. പെങ്ങളെ, 18 കൊല്ലം മുമ്പ് നിന്റെ ഉപ്പയുടെ ശരീരത്തിൽ നിന്ന് ത്രസിച്ചു പോകുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിയായിരുന്നില്ലേ നീ? നിന്നെ എങ്ങനെയാണ്, എന്നെ ആരാണ് മാംസപിണ്ഡമാക്കിയത്? നിന്റെ ഉമ്മയാണോ ഉപ്പയാണോ? നീ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് മാംസപിണ്ഡമാക്കിയതാര്? ആ മാംസപിണ്ഡത്തിൽ നിന്ന് മനുഷ്യരൂപം സൃഷ്ടിച്ചതാര്? അതിലേക്ക് റൂഹൂദിയരാര്? ഇതൊക്കെ ഒന്ന് പഠിക്കു പെങ്ങളെ. പഠിച്ചാൽ
അല്ലാഹുവിനെ നിഷേധിക്കാൻ നിനക്ക് കഴിയില്ല. എത്ര ദൃഷ്ടാന്തങ്ങളാണ്. അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിയത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. അല്ലാഹു തആല ഓരോ ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ കാണിക്കുകയാണ്. എത്ര ദൃഷ്ടാന്തങ്ങളാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ എവിടെയെല്ലാമാണ് ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ മനുഷ്യനെ വിളിച്ചു കാണിച്ചു കൊടുക്കുന്നത്. അലം 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 യജഅലിൽ അലം നജഅലിൽ അർള മിഹാദ. ഭൂമിയെ കുറിച്ച് ചിന്തിക്ക്. അലം നജഅലിൽ അർള മിഹാദ വൽ ജിബാല ഔതാദ വഖലഖനാകും അസ്വാജ വജഅൽനാ നൗമകും സുബാത വജഅൽനാ അൽ-ലൈല ലിബാസ വൽ ജിബാല ഔതാദ. ചൂരൽമലയിലും മുണ്ടക്കയിലുമുള്ള മനുഷ്യരുടെ മേൽ മലം മറിഞ്ഞു വീണത് എങ്ങനെയെന്ന് ഏത് ശാസ്ത്രം വിശദീകരിച്ചാലും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവനാര്? വൽ ജിബാല ഔതാദ വഖലഖനാകും അസ്വാജ വജഅൽനാ നൗമകും സുബാത വജഅൽനാ അൽ-ലൈല ലിബാസ വജഅൽനാ അൻ-നഹാറ മആശ. ഉറക്കനെ അല്ലാഹു നിങ്ങൾക്ക് വിശ്രമമാക്കിയില്ലേ? ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരാളെ കണ്ടു. അയാൾ എന്നോട് പറഞ്ഞത് കിടക്കുന്നു എന്നല്ലാതെ ഉറങ്ങാൻ കഴിയുന്നില്ല. പെങ്ങളെ, നീ കിടക്കുമ്പോ ആരാ നിന്നെ ഉറക്കുന്നത്? നീ അങ്ങനെ അങ്ങ് ഉറങ്ങുന്നതാണോ? ഈ ചെറിയ ദൃഷ്ടാന്തങ്ങൾ പോലും പഠിക്കാൻ ഇതൊക്കെ കണ്ടിട്ടും അല്ല ഇല്ലെന്ന് പറയാണോ? നരകല്ല എന്ന് പറയാണോ? നമ്മൾ തമ്മിൽ വർത്തമാനമില്ല. ലതറവുന്നൽ ജഹീം. നരകം നേരെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. കാണുമ്പോ നമുക്ക് സംസാരിക്കാം. അതാണ് അല്ലാഹു പറഞ്ഞത്. എത്ര ദൃഷ്ടാന്തങ്ങൾ. ഹബീബിനെ അല്ലാഹു കൊണ്ടുപോയത് എന്തിനാ? റസൂലുള്ളാഹി ഈ കാര്യമൊക്കെ പറയുമ്പോ നിങ്ങൾ കണ്ടീനോ എന്ന് ചോദിക്കും. നിങ്ങൾ കണ്ടീനോന്ന് ഇതാണ് മനുഷ്യന്മാർ ചോദിക്കുക. പെട്ടെന്ന് ചോദിക്കുക. അങ്ങനെ നമ്മൾ പറഞ്ഞു, വയനാട്ടിൽ ഞാൻ പോയപ്പോ. ഏതെങ്കിലും ഒരു സ്ഥലം പറയും. വയനാട്ടിലൊരു വെള്ളച്ചാട്ടം പറയും. നിങ്ങളാരും പോയിട്ടില്ല എന്ന് തോന്നല്ലോ. വയനാട്ടിലൊരു വെള്ളച്ചാട്ടത്തിന്റെ പേര് ഒരൊറ്റ കുട്ടീനെ സഹായിക്കില്ലല്ലോ. സൂചിപ്പാറ. അൽഹംദുലില്ലാഹ്. ഖത്തീബ് ഹുസൈൻ അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. സൂചിപ്പാറ പഠിക്കണം. നമ്മൾ ഒക്കെ കാണണം. കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. തെറ്റാണ് മനുഷ്യൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. സൂചിപ്പാറ നിങ്ങൾ പോയിട്ടുണ്ടോ എന്നൊരാളോട് ചോദിക്കുമ്പോൾ അയാൾ തിരിച്ചു ചോദിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെ കാണാനുണ്ടോ? പോയിട്ട് കാര്യമുണ്ടോ? എന്താണ് അവിടെ കാണാനുള്ളത്? ചോദിക്കും. ഇസ്രാഉം മിഅ്റാജും ദീനിന്റെ അന്തസത്തയാണത്. ദീനിന്റെ അന്തസത്തയാണ്, ഈമാനിന്റെ അന്തസത്തയാണ് ഇസ്രാഉം മിഅ്റാജും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ രാവ് നമ്മളത് പറഞ്ഞാൽ തീരൂല. ദീനിന്റെ അന്തസത്തയാണ്. ഈ യാത്രയിൽ അല്ലാഹു തആല ഓരോന്ന് കാണിച്ചു കൊടുക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം തന്നെ കണ്ടത് നിസ്കാരത്തെ അവമതിക്കുന്നവർക്ക് വരുന്ന ഗൗരവമായ രംഗമാണത്. ആദ്യം റസൂലുള്ളാഹി കാണിക്കപ്പെട്ടത്. ലോകമേ പെങ്ങളെ കേൾക്കണേ, ഇതൊന്നും കളിയല്ല. ഇതൊന്നുമല്ല നമ്മുടെ കാര്യം. വരാനിരിക്കുന്നതാണ് കാര്യം. നിസ്കാരത്തിന്റെ കാര്യത്തിൽ നിസ്കാരത്തെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു ജനതയെ അല്ലാഹു ഇൻസൾട്ട് ചെയ്യും. അങ്ങനെ നിസ്കാരത്തെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു ജനതയെ അല്ലാഹു ഇൻസൾട്ട് ചെയ്യും. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത പ്രതിസന്ധികൾ വന്നപ്പോ റസൂലുള്ളാഹിനോട് അല്ലാഹു തആല പറഞ്ഞതെന്താ? ഖുർആൻ പറഞ്ഞില്ല, മുന്നേ നബിക്ക് വല്ലാതെ പ്രതിസന്ധികൾ വന്നല്ലോ. എന്താ പറഞ്ഞത്? റസൂലുള്ളാഹിനോട് പറഞ്ഞത് മക്കത്തെ പൗരത്വത്തിന്റെ രേഖ റെഡിയാക്കണേ എന്നല്ല. അതൊന്നും ചെയ്യണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. ഒക്കെ ചെയ്യണം. പക്ഷെ അത് ചെയ്തു വെച്ചു എന്നതുകൊണ്ട് സുരക്ഷിതമാണോ? മിണ്ടില്ല. അത് ചെയ്തു വെച്ചു എന്നതുകൊണ്ട് മാത്രം സുരക്ഷിതമാണോ നമ്മൾ? അല്ല. അപ്പൊ നമ്മളെ പുറത്താക്കണമെന്ന് തോന്നിയാൽ വേറെ ചില കുതന്ത്രങ്ങൾ കൊണ്ടുവരും. ആ കുതന്ത്രങ്ങൾ കൊണ്ടുവരാതിരിക്കാൻ
അവരുടെ മനസ്സു മാറണം. മനസ്സിന്റെ ഉടമസ്ഥനാരാ? രാജാതിരാജനായ അല്ലാഹുവാണ്. മക്കയിൽ നിന്ന് ഹബീബിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുറത്താക്കിയവർ തന്നെയല്ലേ? ഹിജ്റയുടെ 6ാമത്തെ വർഷം അല്ലാഹുവിന്റെ ഹബീബിനെ വീണ്ടും മക്കയിലേക്ക് കടക്കാൻ അനുവദിക്കാത്തവർ തന്നെയല്ലേ? റസൂലുള്ളാഹിന്റെ കാലിന്റെ കീഴിൽ, പിന്നെ അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലിന്റെ കീഴിൽ റസൂലുള്ളാഹിന്റെ ഓർഡർ കാത്തു കഴിയാൻ മാത്രം വിധേയരായി നിൽക്കേണ്ടി വന്നത്. ചരിത്രം അങ്ങനെയാണ്. നമ്മൾ മനസ്സിലാക്കണം, ചരിത്രം അങ്ങനെയാണ്. മക്കയുടെ മനസ്സു മാറി. ആരാ മാറ്റിയത്? അല്ലാഹുവാണ്. മനസ്സു മാറണോ ഭരണാധികാരികൾ? അല്ലാഹു തന്റെ അടിമകളെ ശിക്ഷിക്കുന്നതിന്റെ ഒരു രീതി ഭരണാധികാരികളെ അതിക്രമികളാക്കി മാറ്റലാണെന്ന് ഹദീസിൽ കാണാം. അല്ലാഹുവേ, ഞങ്ങളോട് കരുണ ചെയ്യുന്നവരാക്കി മാറ്റണേ റബ്ബേ. മഹാനായ റസൂലുള്ളാഹിക്ക് പ്രതിസന്ധി ഉണ്ടായപ്പോൾ അല്ലാഹു പറഞ്ഞത്, നബിയേ നിസ്കരിക്കുക റസൂലല്ലാഹ്, നിസ്കരിക്കുക നബിയേ. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു വ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നബിയേ, പ്രതിസന്ധികൾ അല്ലാഹു തആല മാറ്റി തരും യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു പറഞ്ഞതാണ്. ഞാൻ ചോദിക്കട്ടെ പെങ്ങളെ, നമ്മുടെ നാടുകളിൽ നടക്കുന്ന വിവാഹ ദിവസങ്ങളിൽ എത്ര പുതുനാരികൾക്ക് നിസ്കാരമുണ്ടാകാറുണ്ട്? നമ്മൾ പോയിട്ട് ബ്യൂട്ടി പാർലറിൽ പോയി നമ്മൾ അങ്ങനെ ചമയിച്ചു കൊണ്ടുവന്ന നമ്മുടെ മക്കൾ ളുഹ്ർ നിസ്കരിച്ചോ, അസ്ർ നിസ്കരിച്ചോ, മഗ്രിബ് നിസ്കരിച്ചോ? ഇശാ ഉണ്ടോ അവൾക്ക്? വിവാഹത്തിന് വന്നവർക്കുണ്ടോ? അത് ഒന്നാമത്തെ ഈ യാത്രയിലെ ഒന്നാമത്തെ കാഴ്ചയതാണ്. തല ഇങ്ങനെ അടിച്ചു പൊട്ടിക്കുകയാണ്. ജിബ്രീലിനോട് ചോദ്യം, ജിബ്രീലേ എന്തിനാണ് അവരുടെ തല അടിച്ചു പൊട്ടിക്കുന്നത്? യാ റസൂലല്ലാഹ്, ഒരു ദിവസം 5 നേരമല്ലേ അല്ലാഹു നിസ്കരിക്കാൻ പറഞ്ഞത്? എന്നിട്ട് അതിനെ മടി കാണിച്ചവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ശിക്ഷയാണിതെന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീലും യാത്ര തുടരുകയാണ്. അല്പവും കൂടെ മുന്നോട്ട് ചെന്നു. പിന്നെ അവർ എത്തുന്നത് ഒരു താഴ്വരയിലേക്കാണ്. ആ താഴ്വര നരകത്തിന്റെ താഴ്വരയാണ്. നരകത്തിന്റെ താഴ്വരയാണ്. വല്ലാത്ത ഭീകരമായ അന്തരീക്ഷമാണ് അവിടെ. റസൂലുള്ളാഹി കാണുന്നത് വിവസ്ത്രരായ ആളുകളാണ് അവിടെ. വസ്ത്രം ധരിച്ചിട്ടില്ല. മുന്തുവാരവും പിന്തുവാരവും ചെറിയ ശീലക്കട്ടങ്ങൾ വെച്ച് മറച്ചിരിക്കുകയാണവർ. നരകത്തിന്റെ താഴ്വരയിലൂടെ അവർ ഇങ്ങനെ നടക്കുകയാണ്. അവരുടെ ശരീരങ്ങളിൽ അവർക്ക് വല്ലാതെ ദാഹിക്കുന്നുണ്ട്. ദാഹിക്കുന്ന സമയത്ത് അവർ ആർത്ത് കരയുന്നുണ്ട്. കരയുമ്പോൾ അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത് നരകവാസികളുടെ ഗുഹ്യഭാഗങ്ങളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചീഞ്ചലങ്ങളാണ്. അവരുടെ ശരീരത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന ചീഞ്ചലമാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത്. മാത്രമല്ല, അവർ വിശക്കുമ്പോൾ വല്ലാതെ കരയുന്നുണ്ട്. ആ സമയത്ത് അവർക്ക് കഴിക്കാൻ കൊടുക്കുന്നത് നരകത്തിലെ വൃക്ഷമായ സഖൂം എന്ന വൃക്ഷത്തിന്റെ മുള്ളുള്ള കമ്പുകളാണ്. അതവർ കഴിക്കുമ്പോൾ അവരുടെ തൊണ്ടയിൽ കുടുങ്ങുകയാണ്. മനുഷ്യന്മാർ ഇതൊക്കെ ചിലപ്പോൾ നാളെ ഇങ്ങനെ എടുത്തിട്ട് കട്ടാക്കിയിട്ട് അതങ്ങനെ, ഒരുപക്ഷെ അതിനടിയിൽ പല മോശം കമന്റുകളും കണ്ടേക്കാം. ആര് പരിഹസിച്ചാലും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലരെങ്ങും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു രോഗിയെ കാണാൻ പോയപ്പോ ഒരിറക്ക് വെള്ളം കൊടുത്തതാണ്. 50 തവണയാ കുരച്ചത്. ഞാനിങ്ങളും വെള്ളം കുടിക്കുന്നില്ലേ? കുരക്കുന്നുണ്ടോ? ഭൂമിയിൽ നമ്മൾ കാണുന്ന ചില രംഗം ആഖിറത്തിൽ അങ്ങനെയല്ല. അല്ലാഹുവിന്റെ ഹബീബ് കാണുന്നത് ഇവർക്ക് വിശക്കുമ്പോൾ നാർത്ത് കരയുമ്പോ മുള്ളുള്ള സഖൂം എന്ന് പറയുന്ന ഈ നരകത്തിലെ ചെടിയുടെ കമ്പാണ് അവർക്ക് കഴിക്കാൻ കൊടുക്കുന്നത്. തൊണ്ടയിൽ കുടുങ്ങുകയാണ്. ആർത്ത് കരയുകയാണവർ. വിശപ്പും ദാഹവും തിരിയും. കിഡ്നി രോഗിയോട് ചോദിച്ചാൽ മതി. ഒരാളെ ഞാൻ കണ്ടപ്പോൾ അയാൾ പറഞ്ഞത്, ഉസ്താദേ 1.5 ഗ്ലാസ് വെള്ളമേ ഒരു ദിവസം കുടിക്കാൻ പറ്റൂ. ദാഹം തീരുന്നില്ല. ഞാൻ
ചോദിച്ചു, പിന്നെ നിങ്ങൾ ഇങ്ങനെ കുടിക്കുന്നു? എന്നോട് പറഞ്ഞു, വീട്ടിൽ നിന്ന് എനിക്ക് തരൂല, ദാഹമൊന്ന് തീരണ്ട ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് അയാൾ കുടിക്കാൻ. ഞാൻ പറഞ്ഞു, നാളെ ശരീരത്തിൽ നീര് വരും. എന്നോട് പറഞ്ഞു, സാരമില്ല, ഡയാലിസ് ചെയ്യ, പക്ഷെ എന്തു ചെയ്യാൻ? നരകത്തിന്റെ കഥ എന്താവും നമ്മൾ കാണുന്നില്ലേ? അതിന്റെ ചെറിയ ചെറിയ സാമ്പിളുകൾ ഭൂമിയിൽ, ദാഹത്തിന്റെയും വിശപ്പിന്റെയും. അള്ളാന്റെ ഹബീബി രംഗം കണ്ടപ്പോ ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീൽ അലൈഹിസ്സലാമേ, ആരാണിത്? എന്തിനാണ് അവരിങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത്? മഹാനായി ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇതാരാണെന്നറിയുമോ നബിയേ? അല്ലാഹു തആല സമ്പത്തിന്റെ സകാത്ത് നിർബന്ധമാക്കിയിട്ട് ആ സകാത്ത് കൊടുക്കാതെ പിടിച്ചു വച്ചവരായ റസൂലല്ലാഹ്, അവർക്ക് അല്ലാഹു നരകത്തിൽ ഒരുക്കിയിരിക്കുന്ന ശിക്ഷയാ നബിയേ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി ശ്രദ്ധിച്ചോളൂ. റമളാന വരുന്നത് സകാത്ത് റമളാനിലല്ല കൊടുക്കേണ്ടത്. റമളാനിൽ കൊടുക്കുക. റമളാനിൽ വർഷം പൂർത്തിയായാൽ, വർഷം പൂർത്തിയാകുമ്പോഴാ സകാത്ത് കൊടുക്കേണ്ടത്. അത് പിന്തിക്ക റമളാനിലേക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് മരിച്ചുപോയി നമ്മുടെ അനന്തരാവകാശികൾ അത് കൊടുത്തു വീട്ടിയില്ല എങ്കിൽ നമ്മൾ കുറ്റക്കാരാവും. പെങ്ങളെ, നിങ്ങൾ പഠിക്കണം. നിങ്ങൾ സകാത്ത് കൊടുക്കേണ്ടവരാണോ? സഹോദരാ, നിങ്ങൾ പഠിക്കണം. നിങ്ങൾ സകാത്ത് കൊടുക്കേണ്ടവരാണോ? ഒരാളുടെ അക്കൗണ്ടിൽ ഒരൊറ്റ സാമ്പിൾ ഞാൻ പറയാം. ഒരാളുടെ അക്കൗണ്ടിൽ 1,00,000 ഉറുപ്പിക ഒരു കൊല്ലം, ഒരാളുടെ അക്കൗണ്ടിൽ 596 ഗ്രാം വെള്ളിക്ക് സമാനമായ പണം. വെള്ളിക്ക് 1 കിലോ വെള്ളിക്ക് എത്രയാണ് എന്ന് എനിക്കറിയില്ല. ജ്വല്ലരിക്കാരുണ്ട് ഇവിടെ? 1 കിലോ വെള്ളിക്ക് എത്ര? ഇപ്പോൾ നമ്മൾ വെള്ളിന്റെ വില പിടിച്ചിട്ടില്ല. സ്വർണ്ണത്തിന് എത്ര? 1,05,000. ഒരു പവന് ഒരു 8 ഗ്രാമിന് എത്ര? 1,05,000. അപ്പൊ സ്വർണത്തിന്റെ വില നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? നമ്മളിപ്പോഴും സ്വർണത്തിൽ വന്ന് വിട്ടിട്ടില്ല. വെള്ളിയുടെ വില നമ്മൾ പഠിച്ചു വച്ചിട്ടില്ല. പഠിക്കണം. 596 ഗ്രാം വെള്ളിക്ക് സമാനമായ പണം ഒരാളുടെ അക്കൗണ്ടിൽ ഒരു കൊല്ലമുണ്ടായാൽ, ഒരു കൊല്ലം പൂർത്തിയാകുമ്പോൾ അയാൾ അതിന്റെ 2.5% സകാത്ത് കൊടുക്കണം. 1,00,000 2,00,000 ഒക്കെ അക്കൗണ്ടിൽ ഒരു കൊല്ലം നിന്നവൻ അതിന്റെ 2.5% സകാത്ത് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ അവന് വരാനുള്ള ഒരു രംഗമാണിത്. ഖബറിലെ രംഗം റസൂലുള്ളാഹി വേറെ പറഞ്ഞിട്ടുണ്ട്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ചില ആളുകൾ, പഴയ കാലത്തെ മനുഷ്യന്മാർ, ചില ആളുകൾ പറയുന്നത് അറിയോ? സക്കാത്ത് ഞാൻ എന്തിനാ കൊടുക്കണേ? ഞാൻ സമ്പാദിച്ചുണ്ടാക്കിയതല്ലേ. ശരിയാ, നിങ്ങൾ എൻ്റെ കൂടെ വരി, ഞാൻ കാണിച്ചു തരാം. 2+2 എന്ന് വെച്ചാല് 4 എന്ന് പറയാൻ ബുദ്ധിയില്ലാത്ത ആളുകളെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് 4 × 4 16 പറയാൻ കഴിയാത്ത ആളുകളെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കറൻസി കൊടുത്താൽ ഇത് തുറപ്പികയാണെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയാത്ത ആരടോ നിനക്ക് ബുദ്ധി തന്നത്? ആരാ നിനക്ക് തന്ത്രം തന്നത്? നീ തന്ത്രം മനഞ്ഞു. നീയും നിന്റെ സുഹൃത്തും ഒരേ തന്ത്രം മനഞ്ഞു നിങ്ങൾ തുടങ്ങിയ കച്ചവടല്ലേ? നിന്റേത് വിജയിച്ചു, അവൻ്റെത് പൊട്ടിപ്പോയി. ലൊക്കേഷൻ നോക്കിയപ്പോ ഏറ്റവും നല്ല ലൊക്കേഷൻ ഓൻ്റെതായിരുന്നു. എന്തേ ഓൻ്റെ പൊട്ടിയത്? നിന്റേത് എങ്ങനെ വിജയിപ്പിച്ച? അള്ളാഹു വിജയിപ്പിച്ചതാ. ഭൂമിക്ക് നമ്മൾ വന്നപ്പോ വെറും കയ്യോടെ വന്നവരാ, ഒന്നുമില്ലാതെ വന്നവരാ. കിട്ടിയതൊക്കെ അള്ളാഹു ദാനമായി തന്നതാ. നിന്റെ ഇടയിലുള്ള പാവങ്ങളെ നീ പരിഗണിക്കണം. 2.5% അവരുടെ അവകാശ കൊടുക്കണം. കൊടുത്തില്ലേ വരാനിരിക്കുന്ന അദാബിന്റെ രംഗങ്ങളാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി സ്വലാത്ത് ചൊല്ലി. ഒരുപാട് പറയാനുണ്ടാകുമെല്ലാം ഞാൻ പറയുന്നില്ല. ഒന്നിങ്ങനെ ഒരു ഓട്ടപ്പാച്ചിൽ നടത്തുകയാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീലും വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അവിടെ റസൂലുള്ളാഹി കാണുന്നത് ഒരു കുറ്റിയുണ്ട് നടന്നു പോകുന്ന വഴിയിൽ. ആ വഴിയിലൂടെ നടന്നു പോകുന്ന ആളുകളുടെ വസ്ത്രമെല്ലാം ആ കുറ്റിയിൽ തട്ടിയിട്ട് ഓട്ടയാകുന്നുണ്ട്. റസൂലുള്ളാഹി ചോദിച്ചു, ജിബ്രീലേ, ഇതെന്താണ് ഈ കുറ്റി?
നടന്നു പോകുന്നവരുടെ വസ്ത്രം മുഴുവൻ ഓട്ടയാകുന്നുണ്ടല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, അതങ്ങയുടെ സമുദായത്തിലെ ചില ആളുകളുടെ ഉപമയാണ്. അവർ വഴിയോരങ്ങളിൽ പതിയിരിക്കും യാ റസൂലല്ലാഹ്, എന്നിട്ട് ആ വഴിയിലൂടെ കടന്നു പോകുന്നവരെ കൊള്ളയടിക്കും യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങയുടെ ഉമ്മത്തിലെ ചില ആളുകളുടെ ഉപമ അല്ലാഹു അങ്ങേക്ക് കാണിച്ചു തന്നതാണ്. വഴിന്നല്ല കൊള്ളടിക്കണത്, നേരെ നേരെ കൊള്ളേ. വഴിയെന്ന് മാത്രല്ല, എൻ്റെ അക്കൗണ്ട് ഞാൻ അറിയാതെ അത് ട്രാപ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് പണം പിൻവലിക്കുക, കൊള്ളയടിക്കുക, കച്ചവടങ്ങളിൽ ആളറിയാതെ പറ്റിക്കുക, വഞ്ചിക്കുക. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീലും വീണ്ടും മുന്നോട്ട് പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത് മറ്റൊരു രംഗമാണ്. അയാൾ ഇങ്ങനെ മലർത്തിക്കിടത്തപ്പെട്ടിരിക്കുകയാ. എന്നിട്ട് വേറെ ഒരാൾ ഒരു തീയിന്റെ കത്രിക എടുത്തിട്ട് അയാളുടെ ചുണ്ടിങ്ങനെ മുറിച്ചു കൊണ്ടിരിക്കുകയാണ്. ചുണ്ടങ്ങനെ മുറിച്ചു പോകുന്നു. വീണ്ടും ആ ചുണ്ട് പഴയ പോലെ ആവർത്തിക്കപ്പെടുന്നു, സൃഷ്ടിക്കപ്പെടുന്നു, പിന്നെയും മുറിക്കുന്നു. ഇതിങ്ങനെ നരകത്തിലെ തീയിന്റെ കത്രിക കൊണ്ട് ഇങ്ങനെ മുറിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രംഗം കണ്ടപ്പോ ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീലേ, ആരാണിത്? എന്തിനാണ് ഇയാൾ ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ, നബിയേ, ഇതാരാണെന്നറിയുമോ? അങ്ങയുടെ സമുദായത്തിലെ ചില പ്രഭാഷകരാണ് യാ റസൂലല്ലാഹ്. അല്ലാഹു പറഞ്ഞില്ലേ, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ നിങ്ങൾ ചെയ്യാത്തത് എന്തിനാ നിങ്ങൾ പറയുന്നത് എന്ന് അല്ലാഹു ചോദിച്ചില്ലേ? അവർ സമൂഹത്തെ ഉപദേശിക്കും, പക്ഷേ അവരത് ചെയ്യില്ല. അങ്ങനെ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാത്ത പ്രഭാഷകരുടെ, പണ്ഡിതരുടെ അവസ്ഥയാണതെന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാം കാണിക്കപ്പെടുന്നുണ്ട്. ഈ യാത്രയിൽ എത്ര രംഗമെന്നറിയോ? ഒരു 10-15 ദിവസം വേണ്ടിവരും മേറാജിന്റെ എല്ലാ മേഖലയും നമ്മൾ ചർച്ച ചെയ്ത് തീർക്കാൻ, അതിനെ നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിച്ച് ചർച്ച ചെയ്യാൻ. മഹാനായ നബി വേഗം കടന്നു പോകാം. നമുക്ക് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീലും പിന്നെയും മുന്നോട്ട് പോവുകയാണ്. അടുത്ത രംഗം റസൂലുള്ളാഹ് കാണുന്നത്, മുത്തുനബി തന്നെ അത്ഭുതപ്പെട്ടു പോയി. കുറെ മനുഷ്യന്മാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവരുടെ മുമ്പിൽ നല്ല പൊരിച്ച സ്വാദിഷ്ടമായ മാംസമുണ്ട്. അതിന്റെ തൊട്ടടുത്തായി ചീഞ്ഞു നാറുന്ന ദുർഗന്ധം വമിക്കുന്ന മാംസമുണ്ട്. മഹാനായ റസൂലുള്ളാഹ് കാണുന്നത്, ഈ ഇരിക്കുന്ന ആളുകൾ നല്ല പൊരിച്ച സ്വാദിഷ്ടമായ മാംസം അവിടെ മാറ്റിവെച്ചിട്ട് ഈ ദുർഗന്ധം വമിക്കുന്ന ചീഞ്ഞളിഞ്ഞ മാംസം എടുത്തവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദിച്ചു, ജിബ്രീലേ, എന്ത് മനുഷ്യരാണിവർ? ഞാൻ എന്താണ് ഈ കാണുന്നത്? നല്ല പൊരിച്ച സ്വാദിഷ്ടമായ മാംസം അവരുടെ മുമ്പിൽ ഉണ്ടായിട്ട് അവരെന്തിനാണ് ഈ ദുർഗന്ധം വമിക്കുന്ന ചീഞ്ഞളിഞ്ഞ മാംസം എടുത്ത് കഴിക്കുന്നത്? ജിബ്രീൽ, ആരാണിത്? മഹാനായ റസൂലുള്ളാഹിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, നബിയെ, തങ്ങളുടെ സമുദായത്തിലെ ചില ആളുകളുടെ ഉപമയാണത്. കേൾക്കണേ, ആധുനിക ലോകം കേൾക്കണേ, ആധുനിക ലോകം കേൾക്കണേ, മക്കൾ കേൾക്കണേ, ചെറുപ്പക്കാര് കേൾക്കണേ, ചെറുപ്പക്കാരികൾ കേൾക്കണേ. മുത്തുനബി പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ പറഞ്ഞു കൊടുക്കാണ്, നബിയേ, അല്ലാഹു തആല വിവാഹം ഹലാലാക്കിയിട്ട് വിവാഹം വേണ്ടെന്ന് പറയുന്ന കാലത്ത് ഇസ്രാഉം മിഅ്റാജും കാലികമാണോ എന്ന് ചോദിച്ചാൽ കാലികമാണെന്ന് മാത്രമല്ല, ഏറ്റവും കാലികമായ കാര്യങ്ങളാണ് ഇസ്രാഉൽ മിഅ്റാജിലെയും സംഭവങ്ങൾ നമ്മളോട് സംസാരിക്കുന്നതും സംവദിക്കുന്നതും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, അതങ്ങയുടെ സമുദായത്തിലെ ചില ആളുകളുടെ ഉപമയാണ്. അല്ലാഹു തആല വിവാഹം ഹലാലാക്കിയിട്ട് അവർ ഹലാലായ വിവാഹം കഴിക്കാതെ ഹറാമായ ബന്ധങ്ങൾ തേടി പോകുന്ന ആളുകളുടെ ഉപമയാണത്. ഹറാമായ ബന്ധങ്ങൾ തേടി പോകുന്നവരുടെ ഉപമയാണ്. അല്ലാഹു തആല ഹലാലായ വിവാഹം കഴിച്ചു കുടുംബമായി ജീവിക്കാൻ അല്ലാഹു അനുവദിച്ചിട്ട് അത് വേണ്ടെന്ന് പറഞ്ഞ് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ളവനോട് ചേരാനും കൂടാനും സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്ന ആധുനിക ലോകം കേൾക്കണം. അല്ലാഹു തആല അതിന് ചില ഉപമ കാണിച്ചു കൊടുത്തതാണ് അല്ലാഹുവിന്റെ ഹബീബിന്. ഇതിന്റെ ഭീകരമായ ചില രംഗം
മിഅ്റാജിന്റെ രാത്രിയിൽ നരകം റസൂലുള്ള കണ്ടപ്പോൾ കണ്ടിട്ടുണ്ട്. നമുക്കവിടെ എത്താൻ പറ്റിയാൽ പറയാം, ഇല്ലെങ്കിൽ ഞാൻ അവസാനിപ്പിക്കുകയും ചെയ്യും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഈ യാത്രയിൽ കാണുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും ഏതാനും 3-4 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറഞ്ഞതാണ്. അവസാനം അവർ മസ്ജിദുൽ അഖ്സയിലെത്തുകയാണ്, ബൈത്തുൽ മുഖദ്ദസിലെത്തുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലെത്തിയപ്പോൾ റസൂലുള്ളാഹിനെ കാത്തു നിൽക്കുകയാണ്. ആരാ കാത്തു നിൽക്കുന്നത്? പുണ്യനബിയുടെ മുമ്പ് കഴിഞ്ഞുപോയ 1,24,000-ഓളം പ്രവാചകന്മാർ ബൈത്തുൽ മുഖദ്ദസിൽ റസൂലുള്ളാഹിനെ കാത്തിരിക്കുകയാണ്. മരിച്ച എല്ലാം കഴിഞ്ഞു എന്നുള്ളതല്ല വിശ്വാസം. മരിച്ച കഴിയില്ല, യഥാർത്ഥ ജീവിതം തുടങ്ങാണ്. മരിച്ചാൽ കഴിയല്ല, യഥാർത്ഥ ജീവിതം ആരംഭിക്കുകയാണ്. ഈ മരിച്ചിട്ട് ലോകത്തെ ഭൂമിയിലെ പല സ്ഥലങ്ങളിലും ഖബറടക്കം ചെയ്യപ്പെട്ട പ്രവാചകന്മാർ എങ്ങനെയാണ് ബൈത്തുൽ മുഖദ്ദസിലെത്തിയത്? ഇസ്റാഉം മിഅ്റാജും കൃത്യമായി പഠിച്ചാൽ സുന്നത്ത് ജമാഅത്ത് ഖൽബിൽ നന്നായി ഓർക്കും. അങ്ങനത്തെ ഒരു കാലമാണല്ലോ, ഇങ്ങനെ ആടുന്നൊരു കാലമാണ്, ഒരാട്ടത്തിന്റെ കാലമാണിത്. അല്ലാഹുവേ ഈമാൻ ഉറപ്പിച്ചു തരണേ റബ്ബേ. മഹാനായ റസൂലുള്ളാഹിനെ കാത്തിരിക്കുകയാണ് 1,24,000 പ്രവാചകന്മാരും. മുത്തുനബി ബൈത്തുൽ മുഖദ്ദസിലേക്ക് ചെന്നു. റസൂലുള്ളാഹിന്റെ ബുറാഖ് എന്ന വാഹനത്തെ കെട്ടിയിട്ട സ്ഥലം പോലും ഇന്നും ബൈത്തുൽ മുഖദ്ദസിലുണ്ട്. ഞാൻ അങ്ങോട്ട് കടക്കുന്നൊന്നുമില്ല. അന്ന് രാത്രി പള്ളി അടച്ചുപോയ പാതിരി പിറ്റേ ദിവസം അവിടുത്തെ പാതിരി വന്നപ്പോ കണ്ടത് രാത്രി ആരോ പള്ളി തുറന്നതിന്റെ അടയാളങ്ങളാണ് അയാൾ കാണുന്നത്. ആ ചരിത്രത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഏതായാലും അല്ലാഹുവിന്റെ ഹബീബ് അവിടെ പ്രവാചകന്മാർക്ക് ഇമാമായി നിസ്കരിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു കഴിഞ്ഞപ്പോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ മുമ്പിൽ പാലും കള്ളും രണ്ടും കൊണ്ടുവന്ന് വെക്കുകയാണ്. ഒരു യാത്ര അങ്ങനെ യാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുമല്ലോ, അതേപോലെ ഒരു യാത്രയുടെ ഒരു പരിധിയാണ്. അവിടെ റസൂലുള്ളാഹിക്ക് കുടിക്കാൻ കൊടുക്കുകയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പാലെടുത്തു കുടിച്ചു. പാലെടുത്തു കുടിച്ചു. റസൂലുള്ളാഹി കള്ളായിരുന്നു തെരഞ്ഞെടുത്തതെന്നെങ്കിൽ ഈ സമുദായം മുഴുവനും കുടിയന്മാരായി പോകുമായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഒരു 5% ആയിണോ എന്ന് സംശയിക്കേണ്ട കാലം അല്ലേ? ഇവിടെല്ല മൊത്തം കൂട്ടി നോക്കിയാൽ ഒരു 5% ഇപ്പം അങ്ങനെ ആയിനോന്ന് സംശയിക്കേണ്ട കാലാണ്. ഉമ്മത്ത് മുഴുവനും കുടിയന്മാരായി പോകുമായിരുന്നു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്താൻ ഇതൊക്കെ ഒന്ന് പോയി കാണണം, ബൈത്തുൽ മുഖദ്ദസിൽ ഒന്ന് പോയി കാണണം. റസൂലുള്ളാഹി പ്രവാചകന്മാർക്ക് ഇമാമായി നിസ്കരിച്ച സ്ഥലം കാണണം, ഖുബ്ബത്തുസ്സഖറ കാണണം. അവിടെ നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് ഭൂമിയിൽ നിന്ന് റബ്ബിന്റെ സന്നിധിയിലേക്ക് കയറിയ പോയിന്റ് എവിടെയാണ്? നിസ്കാരം കഴിഞ്ഞു, ആകാശത്തേക്ക് ഒരു കോണി നാട്ടപ്പെടുകയാണ്. നമ്മുടെ കോണിയാന്ന് വിചാരിക്കരുത്. പുണ്യനബിയെയും കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം കയറാൻ ഒന്നാം ആകാശത്തിന്റെ കവാടത്തിൽ ചെന്ന് മുട്ടി. ആകാശത്തിന് കവാടങ്ങളുണ്ട്. മറുഭാഗത്തുനിന്ന് ചോദ്യം, ആരാണ്? ജിബ്രീലിന്റെ മറുപടി, ഇത് ജിബ്രീലാണ്. നിങ്ങളുടെ കൂടെ ആരാണ്? ഇത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ മുഹമ്മദ് നബിക്ക് പ്രവാചകത്വം നൽകപ്പെട്ടിരിക്കുന്നുവോ? മറുഭാഗത്തുനിന്ന് ചോദ്യം, ആകാശത്തിന്റെ കവാടം തുറക്കപ്പെടുന്നു. ഹബീബ് ഒന്നാം ആകാശത്തിലേക്ക് കയറുകയാണ്. ഒന്നാം ആകാശത്തിൽ പല കാഴ്ചയാണ് റസൂലുള്ളാഹി കാണുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുകൾ ഇങ്ങനെ ഇരുന്നിട്ട് ജോലിയിൽ വ്യാപൃതരാണവർ. മനുഷ്യരുടെ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന മലക്കുകൾ. പല രീതിയിലുള്ള ജോലികൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മലക്കുകൾ. അവർ ജോലികളിൽ വ്യാപൃതരാണ്. അല്ലാഹുവിന്റെ ഹബീബ് അതിങ്ങനെ കാണുകയാണ്. നമ്മളെ കുറിച്ചുള്ള രേഖ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്താൻ നമുക്ക് വല്ല വിവരമുണ്ടോ? ഇല്ല. ഒരു ഇൻകം ടാക്സ്, സെയിൽസ് ടാക്സ്, ഇൻകം ടാക്സ് ഒരാളെ പിടിച്ചു, ഈടി വന്ന് പിടിച്ചിട്ട് ഇയാളോട് ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ ഇയാൾ ഇല്ല എന്ന് പറഞ്ഞു. എന്നോടൊരാൾ പറയാണ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഓല് രേഖ എടുത്തിട്ട് ചോദിച്ചു, ഇത് നിങ്ങൾ സെൻഡ് ചെയ്തതല്ലേ? ഇത് നിങ്ങൾ വിളിച്ചതല്ലേ? ഇത് ഇന്നാക്ക് അയച്ചതല്ലേ?
ഇതൊക്കെ റെക്കോർഡാവുണ്ട്, ഭൂമിയിൽ റെക്കോർഡാവുണ്ട് എന്ന് പറഞ്ഞ മനുഷ്യൻ അല്ലാഹു റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോ അവിശ്വസിക്കുന്ന ലോകമേ, ഇസ്രായേൽ ഈ ലോകത്തോടാ സംസാരിക്കുന്നത്, മിഅ്റാജ് ആധുനിക ലോകത്തെ മനുഷ്യനോടാ സംസാരിക്കുന്നത്. ഞാൻ അന്ധകാലത്തെ യാത്ര പറയുകയല്ല, ഇസ്രാഉം മിഅ്റാജും 21-ാം നൂറ്റാണ്ടിന്റെ വർത്തമാന കാലത്തോട് സംസാരിക്കുകയാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ നബിയുടെ യാത്ര തുടങ്ങുകയാണ്. 2-ാം ആകാശം സമയമില്ല, 3-ാം ആകാശം ചില ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ കൂടെ ഇവിടെ പറയേണ്ടതുണ്ട്. 3-ാം ആകാശം, 4-ാം ആകാശം, 5ഉം 6ഉം 7ഉം ഒക്കെ കടന്ന് റസൂലുള്ള കടന്നു പോവാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമും കൂടെയുണ്ട്. പല ആകാശത്തിൽ വെച്ച് പല മലക്കുകളെയും പല പ്രവാചകന്മാരെയും കാണുന്നുണ്ട്. ഈസ അലൈഹിസ്സലാമിനെ കണ്ടു, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കണ്ടു, മൂസ അലൈഹിസ്സലാമിനെ കണ്ടു. അപ്പൊ ഇവരൊക്കെ നേരത്തെ എവിടെ ഉണ്ടായിരുന്നു? ഇവരൊക്കെ നേരത്തെ എവിടെ ഉണ്ടായിരുന്നു? ഇവരൊക്കെ നേരത്തെ എവിടെ ഉണ്ട്? ബൈത്തുൽ മുഖദ്ദസിലുണ്ട്. റസൂലുള്ള ആകാശത്തെത്തിയപ്പോ ഇവരെവിടെ എത്തിയെന്ന്? എന്താ നമ്മൾ എന്ന് പറഞ്ഞാൽ റൂഹ് എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമുള്ള സംഗതിയാണ്. റൂഹും മഹാ അത്ഭുത. റൂഹിനെ ശരീരത്തിൽ എന്നാണ് വേർപ്പെടുത്തിയ. നിങ്ങളെ പേരെന്താ? അബ്ദുൽ അസീസ് സാഹിബ്. അബ്ദുൽ അസീസ് സാഹിബ് എന്ന് പറഞ്ഞാൽ ആരാ? ഈ കാണുന്ന ശരീരമല്ല, അതിൽ വേറെ സാധനമുണ്ട്, ആ റൂഹ്. അതാണ് അബ്ദുൽ അസീസ് സാഹിബ്. ഈ ശരീരം എന്തിനാറിങ്ങളെ? അത് മൂപ്പര റൂഹിനെ ഇവിടെ പേരാമ്പ്രയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ശരീരം. അത് ആ ശരീരത്തെ നാട് വേർപ്പെട്ടാൽ പിന്നെ മൂപ്പര് ബക്കറ്റായിട്ട് പിടിച്ചു ഇവിടെ നിന്നാലും ഇവിടെ നിൽക്കാൻ പറ്റില്ല, അങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കും. ചന്ദ്രനിൽ മനുഷ്യൻ പോയാൽ പറയില്ലേ, ഗ്രാവിറ്റേഷൻ കുറവാണ്, ഗ്രാവിറ്റി കുറവാണ് ചന്ദ്രനിൽ ഭൂമിയേക്കാൾ. അതുകൊണ്ട് മനുഷ്യൻ ഒരു സ്ഥലത്ത് പിടിച്ചിക്കാൻ പറ്റൂല എന്ന് പറയുന്ന ശാസ്ത്രത്തോടെ ഇത് സംസാരിക്കുന്നത്. റൂഹ് ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോയാൽ പിന്നെ റൂഹ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. തനസ്സലുൽ മലായിക, അല്ലേ? തനസ്സലുൽ മലായിക വറൂഹു, ലൈലത്തുൽ ഖദറിന്റെ രാവിൽ റൂഹ് ഇറങ്ങും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇറങ്ങും എന്ന് പറഞ്ഞാൽ എന്താ? ഇറങ്ങും തന്നെ, കേറിപ്പോയ റൂഹ് ഇറങ്ങുന്നാണ്. കേറിപ്പോയ റൂഹ് ഏതാണ്? മുഅ്മിനിന്റെ റൂഹാണ് മേലോട്ട് കയറുന്നത്. മേലോട്ട് കയറിയതൊക്കെ താഴേക്ക് ഇറക്കും എന്ന് പറഞ്ഞാൽ മുഅ്മിന്റെ റൂഹ് ഇറങ്ങും തന്നെ. ഇതൊക്കെ പറഞ്ഞാൽ നാളെ കാണാം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കളിയാക്കണേ. കളിയാക്കണ്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമോ? എന്നോട് ഞാനൊരു ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ എങ്ങോട്ടോ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരാൾ എന്നെ എങ്ങനെ നോക്കണം, അയാൾ എന്നെ എങ്ങനെ നോക്കണം. അപ്പം ഞാൻ ഒരാൾ നമ്മളെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ലജ്ജ തോന്നില്ല. അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. പിന്നെ അയാൾ അടുത്ത് വന്നിട്ട് അങ്ങനെ നോക്കാന്നപ്പോൾ ഞാൻ അയാൾ നോക്കി. അപ്പം ഞാൻ ചിരിച്ചു. ചിരിപ്പച്ചപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, നിങ്ങളെ പേരെന്താന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു മുസ്തഫ എന്ന്. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, മുസ്തഫ ഉദവിയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ. അപ്പം എന്നോട് ചോദിച്ചു, മുസ്തഫ ഉദവി ആക്കോടാണെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അതിനോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചാലോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചാൽ എന്താ ചോദിച്ചു. നിങ്ങൾ സ്വർഗത്തിൽ കള്ളുണ്ട്, ചൊവ്വാഴ്ച പ്രത്യേക കള്ളിട്ടെന്നൊക്കെ പറഞ്ഞാൽ എന്താ സ്ഥിതി എന്ന് ചോദിച്ചല്ലോ. ലോകത്തെ മനസ്സിലാക്കിയിട്ട് പ്രസംഗിക്കണ്ടേ? സ്വർഗത്തിൽ കള്ളുണ്ടെന്ന് ഖുർആനിലുള്ളതാണ്, അതില്ല എന്ന് പറയാൻ പറ്റുമോ? ലോകം മുഴുവൻ കളിയാക്കണ്ടെന്ന് എത്തിയിട്ട് സ്വർഗത്തിൽ കള്ളുണ്ട്, എന്നാൽ പിന്നെ ഭൂമിയിൽ നമുക്ക് കുടിച്ചൂടെ? ഭൂമി കുടിക്കാൻ പറ്റൂല. ഭൂമിയെ കുടിക്കാത്തവനാ സ്വർഗത്തിൽ അള്ളാഹു കള്ള് കൊടുക്കുക. അത് മുത്തനബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പണ്ട് ഞങ്ങൾ ദാർഹുദയിൽ പഠിക്കുമ്പോൾ ഹദീസിൽ പഠിച്ചിട്ടുണ്ട്, ഖിയാമത്ത് നാളിന്റെ അലാമത്തായി പണ്ഡിതന്മാരെ വായ അടക്കേണ്ടി വരുമെന്ന്. ഞാൻ പണ്ട് UAE-യിൽ ഞാൻ ഏതോ ഒരു ഗൾഫ് രാജ്യത്ത് പോയിട്ട് പണ്ട് പ്രസംഗിക്കുന്ന സമയത്ത് അറിയാതെ അമേരിക്ക എന്ന് പറഞ്ഞു പോയി. അപ്പം എന്നോട് ഒരാൾ വന്നിട്ട് ചെവിയിൽ പറഞ്ഞു, അമേരിക്ക എന്ന് പറയരുത്, നിങ്ങൾ പിടിച്ചുണ്ടോ. ഞാൻ കരുതി അന്ന് ഇതാണ് ഈ പണ്ഡിതന്മാരെ വായടക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചെന്ന്. ഇപ്പം ഒന്നും പറഞ്ഞൂടാ, വായൽ പറഞ്ഞൂടാ. അപ്പം പരിഹസിക്കാൻ ആളുകൾ എമ്പാടുമുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റൂല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല പ്രവാചകന്മാരെയും കണ്ടു. 7-ാം ആകാശത്തിലേക്ക് റസൂലുള്ളാഹി അങ്ങ് കടന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങളുടെ അടുത്തേക്ക് നമ്മൾ അസീസ്ക ബക്കറ്റ് ആയിട്ട് വരുന്നുണ്ട്. ചെലവിലേക്കാണ്, പരിപാടിയുടെ ചെലവിലേക്കാണ്. അപ്പം എല്ലാവരും നന്നായി കൊടുക്കണം. ഇവിടെ ബക്കറ്റിലേക്ക് എത്ര രൂപ കിട്ടല്? പറഞ്ഞോളി, സത്യം പറഞ്ഞു. ഇല്ല പറഞ്ഞാളി അസീസ്ക. അല്ലല്ലല്ല, ഞാനതല്ല ചോദിക്കുക. എണ്ണുമ്പോൾ കൂടുതലുണ്ടാവും, 10, 20, 50, 100. നിങ്ങളെ നാടിനോടുള്ളൊരു കൂറ് ചെറുതല്ല. അവർക്ക് പറയാൻ മടിയുണ്ടല്ലേ. ഇതൊരു വല്ലാത്ത രാവ.
നമ്മൾ സ്വർഗം കിട്ടാൻ കൊടുക്കുക 10 ഉറുപ്യ. യാചകന് പോലും കൊടുത്താൽ മൂത്തക്ക് ഇങ്ങനെ ഒരു ഗൗരവത്തിലൊരു നോട്ടം നോക്കുമോ? പണ്ടൊരാൾ 10 ഉറുപ്യ കൊടുത്തപ്പോൾ ഒരു യാചകൻ പറഞ്ഞത്, എന്താ ആചാര്യ ചായയും കടിയും കിട്ടൂല ആചാര്യ. ശരിയാ, ഞാൻ ഇപ്പം ഒന്ന് വൈകുന്നേരം ഒരു കടയിൽ ചായക്ക് വില നോക്കണം, ഉച്ചക്കോ ഒറ്റ നോക്കുന്ന സമയത്ത് ചായ 12, കോഫി 15. നമ്മൾ സ്വർഗം കിട്ടാൻ കൊടുക്കുന്നത് 10. അപ്പം നിങ്ങളെല്ലാവരും പരിഗണിക്കും, ഇതൊരു വല്ലാത്ത രാവ. നിങ്ങളെ പോക്കറ്റിലുള്ള ഏറ്റവും നല്ലതെടുത്തിട്ട് അള്ളാഹ്ക്ക് കൊടുക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണമല്ലാ, ഈ രാത്രിയിലെ സ്വതക്ക നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹ് ഈ സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് നീ ചൊരിഞ്ഞു തരണേ അല്ലാ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7-ാം ആകാശം കടന്നു മുകളിലേക്ക് അങ്ങ് കയറുകയാണ്. 7-ാം ആകാശത്തിൽ അല്ലാഹു ഒരു മനുഷ്യനെങ്ങനെ കാണുന്നുണ്ട്. ആ മനുഷ്യന്റെ കാഴ്ച, അയാൾ ബൈത്തുൽ മഅമൂറിലേക്ക് തല ഇങ്ങനെ ചാരി ഇരിക്കുകയാണ്. അദ്ദേഹം തന്റെ വലതുഭാഗത്തേക്ക് നോക്കുന്നുണ്ട്. വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ അയാൾ ചിരിക്കുന്നുണ്ട്. ഇടതുഭാഗത്തേക്ക് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ അയാൾ കരയുന്നുണ്ട്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെയുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ജിബ്രീലേ ഈ ഇരിക്കുന്നത് ആരാണ്? അയാൾ വലത്തേക്ക് നോക്കുമ്പോൾ ചിരിക്കുന്നു, ഇടത്ത് നോക്കുമ്പോൾ കരയുന്നു. എന്താണത്? വലത്ത് നോക്കുമ്പോൾ എന്തിനാണ് അയാൾ ചിരിക്കുന്നത്? ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോൾ എന്തിനാണ് കരയുന്നത്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ അതാരാണെന്നറിയോ? മനുഷ്യകുലത്തിന്റെ പിതാവായ ആദം അലൈഹിസ്സലാമായ റസൂലല്ലാഹ്. വലത് ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവർ ചിരിക്കുന്നത്, വലത് ഭാഗത്ത് അവർ കാണുന്നത് അവരുടെ സന്തതികളിൽ സ്വർഗത്തിൽ കിടക്കുന്നവരെയാ. തന്റെ സന്താനങ്ങളിൽ സ്വർഗത്തിൽ കിടക്കുന്നവരെ കാണുമ്പോഴാണ് അവർ ചിരിക്കുന്നത്. എന്നാൽ ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവർ കരയുന്നത്. ഇടത് ഭാഗത്ത് അവരെ കാണുന്നത് അവരുടെ സന്തതികളിൽ നരകത്തിൽ കിടക്കുന്ന ആളുകളെയാണ്. അത് കണ്ടിട്ടാണ് അവർ കരയുന്നത്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും വീണ്ടും മേലോട്ട് കയറുകയാണ്. സിദ്റത്തുൽ മുൻതഹ എന്ന പരിധിയിലെത്തുകയാണ്. അവിടെ കണ്ട വൃക്ഷത്തിന്റെ അത്ഭുതമൊക്കെ പറയാണ്ട്, ഒക്കെ കൂടി നമുക്ക് സമയം ഉണ്ടാവൂല. അതുകൊണ്ട് ഞാനൊന്ന് ടച്ചായി പോകട്ടെ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ എത്തിയപ്പോൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വരാൻ എനിക്ക് അനുവാദമില്ല നബിയേ, അങ്ങ് പോയിക്കോളൂ യാ റസൂലല്ലാഹ്. ഭൂമിയിൽ നിന്ന് മേലോട്ട് കയറുന്ന വസ്തുക്കളുടെ അവസാന പരിധിയാണിത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെട്ടെന്ന് മേഘം പോലെയുള്ള ഒരു വസ്തു വന്ന് പൊതിയുകയാ. റസൂലുള്ളാഹിനെ അങ്ങ് കൊണ്ടുപോവുകയാ. മഹാനായ നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഏതോ ലോകങ്ങളിലേക്ക് എത്തുകയാണ്. അവസാനം അല്ലാഹുവിന്റെ മുമ്പിലെത്തുകയാ. രാജാതിരാജനായ റബ്ബിന്റെ അർശ് കാണുകയാ, കുർസി കാണുകയാ, കലം കാണുകയാ, ലൗഹ കാണുകയാ. അല്ലാഹുവിന്റെ മുമ്പിലെത്തിയപ്പോ മഹാനായ നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലങ്ങ് കിടക്കുകയാ. എന്നിട്ട് അല്ലാഹുവിനെ വാഴ്ത്തുകയാ. രാജാതിരാജനായ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ അങ്ങനെ എണ്ണി റബ്ബിനെ വാഴ്ത്തുകയാ. അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബേ ആദം അലൈഹിസ്സലാമിനെ നീ നിന്റെ കൈകൊണ്ടാണ് അല്ലാഹുവേ സൃഷ്ടിച്ചത്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നീ നിന്റെ ഖലീലാക്കിയില്ലേ റബ്ബേ. വകല്ലംത മൂസാ തക്ലീമാ, മൂസ അലൈഹിസ്സലാമിനോട് നീ നേരിട്ട് സംസാരിച്ചില്ലയോ റബ്ബേ. മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിനെ നീ നിന്റെ റൂഹ് കൊണ്ടല്ലേ സൃഷ്ടിച്ചത്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്ക് അല്ലാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ എങ്ങനെ എണ്ണിപ്പറയുകയാ. അപ്പോഴാണ് അല്ലാഹു തആല പറഞ്ഞത് ഹബീബായ റസൂലുള്ളാഹിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അൻത ഹബീബി വ ഖലീലി.
ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഞാൻ എൻ്റെ ഖലീലാക്കുകയാണ് ചെയ്തതെങ്കിൽ അങ്ങന്റെ ഹബീബും ഖലീലുമാണ്. അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു ദീർഘനേരം സംസാരിക്കുകയാണ്. ദീർഘമാണ് ആ സംസാരം. അല്ലാഹുവിനോട് ചെയ്ത സംസാരത്തിന്റെ ഭാഗമാണ് നിസ്കാരത്തിലെ അത്തഹിയ്യാത്തിൽ നമ്മളും ചെയ്യുന്നത്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുനാജാത്തിന്റെ രീതിയാണത്. ആ സമയത്ത് അല്ലാഹു തആല തിരിച്ചു പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. നിസ്കാരത്തിൽ അത്തഹിയ്യാത്തില്ലേ, നിസ്കാരം ശരിക്കും മേറാജാണ്. നിസ്കാരം മേറാജ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലേക്ക് അങ്ങനെ കടന്ന് നിസ്കാരത്തിന്റെ അവസാനമെത്തുമ്പോഴേ രാജാതിരാജനായ അല്ലാഹുവിലങ്ങ് ലയിക്കുകയാണ്. ലയിക്കേണ്ട സംഗതിയാണ്. റസൂലുള്ള അള്ളാന്റെ മുമ്പിലെത്തിയപ്പോ പറഞ്ഞ പോലെ നമ്മളും പറയാണ്, അത്തഹിയ്യാത്തുൽ മുബാറകാതു സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്. നിസ്കരിക്കേണ്ടത് അങ്ങനെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ് നമ്മളെ നിസ്കാരം അങ്ങനെ ഉണ്ടോ? ഒരു കൊതുക് അതിലെ പോയാൽ നമ്മൾ മനസ്സിലേ, ഒരു കൊതുക് ഇങ്ങനെ അതിലോട്ട് പോയാൽ മതി. പണ്ടൊരു കച്ചവടക്കാരുണ്ടായിരുന്നു. അയാൾ ഇഷ ഹോൾസെയിൽ കച്ചവടക്കാരനാണ്. ഇഷാന്റെ ജമായത്ത് കഴിഞ്ഞിട്ട് മൂപ്പര് നാട്ടിലേക്ക് പോകും. ഇഷാന്റെ ജമായത്തിന് മഗ്രിബാകുമ്പോൾ കച്ചവടമൊക്കെ കഴിയും, കണക്കൊക്കെ കൂട്ടി. പക്ഷേ ടോട്ടൽ ചെയ്യൂല. മൂപ്പര് ഇഷാന്റെ ജമായത്ത് കഴിഞ്ഞിട്ട് പോയി ടോട്ടൽ ചെയ്തിട്ട് പിന്നെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ആരോ മൂപ്പരോട് ചോദിച്ചു, നിങ്ങളെ കച്ചവടമൊക്കെ വൈകുന്നേരം കഴിയില്ല, നിങ്ങൾക്ക് നേരത്തെ വീട്ടിലേക്ക് പോയിക്കൂടെ ചോദിച്ചു. അപ്പോൾ മൂപ്പര് പറഞ്ഞു, അല്ലല്ല, മഗ്രിബിൻ്റെ മുമ്പ് കണക്കൊക്കെ കൂട്ടി കഴിയും, പക്ഷേ ഞാൻ ടോട്ടൽ ചെയ്യാറുള്ളത് ഇഷ നിസ്കരിച്ചതിന് ശേഷം. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ നേരത്തെ തന്നെ വന്ന് ഒതുക്കെ എടുത്ത് ഇമാമിൻ്റെ നേരെ പിന്നിൽ തന്നെ നിൽക്കും. മൂപ്പര് പറയാണ്, രാവിലെ ഈ തിരക്ക് പിടിച്ച ഹോൾസെയിൽ കച്ചവടം ആയതുകൊണ്ട് പല ആളുകളും കുഞ്ഞമതാജി 5 ചാക്ക് പഞ്ചസാര ഞാൻ എടുത്തണേ എഴുതിയാളിത്തോന്ന് പറയും. അപ്പോൾ വിശ്വസ്തരായ ആളുകളാണ് മൂപ്പര് എന്ത് പറയും, നിങ്ങൾ കൊണ്ടേക്കോളി കയറി പിന്നെ എഴുതിക്കോളാന്ന് എഴുതിയിട്ട് ഇയാൾ പറയാണ്, മറ്റേറ ഞാൻ വൈകുന്നേരം ഇരുന്നത് ആലോചിച്ച് നോക്കിയാലും ആരൊക്കെയാണ് ഈ സാധനം കൊണ്ടുപോയി 10 ആൾ കൊണ്ടുപോയി എന്നല്ലാതെ ആളെ പേര് എനിക്ക് ഒരു ഓർമ്മയും കിട്ടില്ല. പക്ഷേ ഞാൻ ഈ മഗ്രിബിൻ്റെ മുമ്പൊക്കെ കൂട്ടി റെഡിയാക്കിയിട്ട് പിന്നെ ഞാൻ ഇഷ ബാങ്ക് കൊടുക്കാൻ കാത്തുക്കും. ഇഷ ഒളു എടുത്ത് ഇമാമ് വരുന്നതിന് മുമ്പ് സുന്നത്തൊക്കെ നിസ്കരിച്ച് ഇമാമ് വന്ന് ഇഷാന്റെ ജമാഅത്ത് തുടങ്ങി തക്ബീറത്തുൽ ഇഹ്റാമാണ് ചൊല്ലിയ മനസ്സിലാവും അബൂബക്കറാജിയാണ് ആ പഞ്ചസാര കൊണ്ടുപോയത്. പിന്നെ ഇമ്പിച്ചാലി 25 കിലോ ചായപ്പൊടി ഇതിൻ്റെ കണക്ക് എഴുതിയിട്ടില്ല. ഒക്കെ നിസ്കാരത്തിൽ ഇങ്ങനെ ഓർമ്മവാവണേ. അല്ലാഹു തആല മിഅ്റാജിന്റെ രാത്രിയിൽ റസൂലുള്ളാഹിക്ക് സമ്മാനമായി കൊടുത്തതാണ് നിസ്കാരം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബ്ബിന്റെ സന്നിധിയിൽ നിന്ന് തിരിച്ചു പോരാനൊരുങ്ങുമ്പോ അല്ലാഹു തആല കൊടുത്ത ഗിഫ്റ്റാണ് നിസ്കാരം. റസൂലുള്ളാഹിക്ക് 50 വക്ത നിസ്കാരമാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിന് സമ്മാനമായി കൊടുത്തത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു പോരാൻ തിരിച്ചു വരുമ്പോ ആകാശത്തുണ്ട് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. മൂസാ നബി ചോദിച്ചു അള്ളാന്റെ ഹബീബിനോട്, യാ റസൂലല്ലാഹ്, അല്ലാഹു അങ്ങേക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തന്നോ നബിയേ? റസൂലുള്ളാഹി പറഞ്ഞു, അതെ. എന്താണ്? എനിക്കും എൻ്റെ സമുദായത്തിനും 50 നേരത്തെ നിസ്കാരം അല്ലാഹു സമ്മാനമായി തന്നിട്ടുണ്ട്. മൂസ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, അങ്ങയുടെ സമുദായത്തിന് നിർവഹിക്കാൻ കഴിയൂല. എന്റെ സമുദായത്തിന് അല്ലാഹു തആല അങ്ങനെ നിസ്കാരം നിർബന്ധമാക്കിയിട്ട് ഞങ്ങൾക്കത് എന്റെ സമുദായത്തിനത് നിർവഹിക്കാനും കഴിഞ്ഞില്ല. അതുകൊണ്ട് നബിയേ, അങ്ങ് പോയിട്ടത് ചുരുക്കിത്തരാൻ പറയണേ. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം റസൂലുള്ളാഹി പോയി അല്ലാഹു 5 ചുരുക്കി കൊടുത്തു. ദീർഘമായി പറയില്ല മൂസ. അവസാനം റസൂലുള്ളാഹി പറയാ, ഞാനും മൂസാ നബി അലൈഹിസ്സലാമിന്റെയും അല്ലാഹുവിന്റെയും ഇടയ്ക്ക് ഞാൻ 9 തവണയായി യാത്ര ചെയ്തത്. അള്ളാന്റെ ഹബീബ് പറയാ, ഓരോ തവണ ഞാൻ പോകുമ്പോ 5 വക്താക്കി ചുരുക്കും. അവസാനം അല്ലാഹു 5 വക്താക്കി തന്നു. അങ്ങനെ ഞാൻ തിരിച്ചു വരുമ്പോ മൂസാ നബി എന്നോട് പറഞ്ഞു, നബിയേ, ഇതും അങ്ങയുടെ സമുദായത്തിന് നിർവഹിക്കാൻ കഴിയൂല, അതുകൊണ്ട് അങ്ങ് ചുരുക്കിത്തരാൻ പറയണം. ഞാൻ പറഞ്ഞു, മൂസാ നബിയേ, ഇനിയേക്ക് എന്റെ റബ്ബിനോട് ചെന്നു പറയാൻ എന്റെ ലജ്ജ എന്നെ അനുവദിക്കുന്നില്ല. അല്ലാഹു തആല 5 വക്താക്കി നിസ്കാരം അല്ലാഹു ഒരു ഗിഫ്റ്റായി തന്നത് മിഅ്റാജിന്റെ രാത്രിയിലാണ്.
നിസ്കാരത്തിന്റെ വാർഷിക അനുസ്മരണം നടക്കുന്ന രാവ്, മിഅ്റാജിന്റെ രാവ്. നിസ്കാരം ഒരു ഗിഫ്റ്റോ? അതെ, നിസ്കാരം ഗിഫ്റ്റാണ്. ആണോ? ആണ് എന്ന് ആധുനിക ലോകം പറയുന്നുണ്ട്. ആധുനിക ലോകത്തെ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ഏറ്റവും വലിയ പ്രശ്നം? നിങ്ങൾ ചിന്തിച്ചിട്ടില്ല? മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? എൻ്റെ ഹുദവിസാദെങ്കിലും എന്നെ സഹായിക്കൂ. ടെൻഷൻ. അൽഹംദുലില്ലാ. രണ്ടാമത്തെ ചോദ്യത്തിന് ഉസ്താദ മറുപടി പറഞ്ഞേ. മനുഷ്യന്മാരെ ഏറ്റവും വലിയ പ്രശ്നം ടെൻഷൻ. ടെൻഷനില്ലേ? ഇല്ലേ? നിങ്ങൾ കൊണ്ടില്ല? ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ടോന്നും അറിയില്ല. പണ്ട് ജവഹർലാൽ നെഹ്റു കോഴിക്കോട്ട് വന്നിരുന്നു. കോഴിക്കോട്ട് വന്നപ്പോ കോഴിക്കോട്ടുണ്ട് കുതിരവട്ടം. അപ്പൊ ജവഹർലാൽ നെഹ്റു ഈ കുതിരവട്ടത്തിലുള്ള ഈ സിസ്റ്റങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി ഒരുത്തൻ. അങ്ങനെ ഓരോ സെല്ലും കാണിച്ചു കൊടുത്തു. അവസാനത്തെ സെല്ലുണ്ട്. ഈ രോഗമൊക്കെ സുഖമായിട്ട് നാളെ മറ്റന്നാളൊക്കെ പോകാൻ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അവിടെ കയറ്റിയ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ കയറ്റിയതാണ്. എന്നിട്ട് അതിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്, നിങ്ങളൊക്കെ കാണാൻ വന്നതാന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ ഒരുത്തം പറഞ്ഞു, സാരില്ല, ഞങ്ങളിവിടെ വന്നപ്പോൾ മൂപ്പര് ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി എന്നല്ലേ പറഞ്ഞ്, ഞങ്ങളിവിടെ വന്നപ്പോൾ നമ്മൾ ഇന്ത്യൻ്റെ പ്രസിഡന്റാന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ്. ഒരാഴ്ച ഇവിടെ കടന്നാൽ സുഖയിക്കോളും. ഒരാഴ്ച കടന്നാൽ സുഖയിക്കോളും. ഭ്രാന്തന് തിരിയില്ല ഭ്രാന്തണ്ടെന്ന്. ഭ്രാന്തനോട് നിങ്ങൾ ചോദിച്ചു നോക്കി. ഇപ്പോഴുണ്ട് എൻ്റെ അനുഭവത്തിൽ. ഞാൻ മെനിഞ്ഞാന്ന് പാണക്കാട് പോയപ്പോൾ അള്ളാഹു സുഖാക്കി കൊടുക്കട്ടെ, അള്ളാഹുവെ ഷിഫയാക്കി കൊടുക്കണേ റബ്ബേ. കഴിഞ്ഞ ചൊവ്വാഴ്ച 3 ദിവസം മുമ്പ് ഞാൻ പാണക്കാട് ഉമ്മയായിട്ട് പോയപ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരുണ്ട്, ഞാൻ അറിയുന്ന ആള്, എന്നോട് വന്നിട്ട് ചെവിയിൽ പറയോ, ഉസ്താദ് എൻ്റെ മോനുണ്ട് പുറത്ത്, തങ്ങളോട് നിങ്ങളൊന്ന് പറയോ. തങ്ങളോടൊന്ന് പറയേണ്ടത് മകനെ തങ്ങളെ കാണണമെന്ന് പറഞ്ഞു വന്നതാണ്. അവനെ മാനസികത്തിന്റെ മരുന്ന് കുടിക്കുന്നുണ്ട്. പക്ഷെ അവൻ അറിയില്ല മാനസികത്തിന്റെ മരുന്ന് കുടിക്കുന്നുണ്ട് എന്ന്. അവൻ പറഞ്ഞത് എനിക്കൊരു മാനസികമില്ല, ഗുളിക കുടിക്കാൻ കൂട്ടാക്കാത്തത് കൊണ്ട് ചായയിലും ജ്യൂസിലും ഞങ്ങൾ കലത്തി കൊടുക്കാറാണ്. അപ്പൊ അവന്റെ മുമ്പിൽ നിന്ന് മാനസികാന്ന് തങ്ങളോട് പറയാൻ പറ്റൂല. തങ്ങളോടതൊന്ന് ഇവിടെ നിന്ന് പറയണം. പുറത്തുനിന്ന് അവനെ ഞാൻ കൂട്ടി വരുമ്പോ അതിനുള്ള എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരണം. അതിനാണ് ഇയാൾ എന്നോട് പറഞ്ഞത്. മാനസിക രോഗി സമ്മതിക്കൂല മാനസിക രോഗിയാണെന്ന്. സമാധാനമില്ല, മനുഷ്യർക്ക് ടെൻഷനാണ്. ആധുനിക ലോകത്തെ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം ടെൻഷനാണ്. നിസ്കാരത്തിൽ ടെൻഷന് പരിഹാരമുണ്ട്. ആരാ പറയുന്നത്? ഹാർബർട്ട് ബെൻസൺ എന്ന് പറയുന്ന അമേരിക്കയിലെ ഓഹിയോയിലെ ശാസ്ത്രജ്ഞൻ നടത്തിയ പഠനത്തിൽ അയാൾ കണ്ടെത്തിയതാണ്. ഹാർബർട്ട് ബെൻസൺ പറഞ്ഞു, കൃത്യം നിസ്കരിക്കുന്ന ആൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല. ഒരു ടെൻഷൻ. എന്നോടൊരു ഡോക്ടർ പറഞ്ഞല്ലോ, ഒരു ഡോക്ടർ പറഞ്ഞു, ഇവിടെ ഒരു രോഗി വന്നിരുന്നു, അയാൾക്ക് ഒരു പേടിയും അയാൾക്കില്ല. ഓപ്പറേഷൻ, മേജർ ഓപ്പറേഷനാണ് അയാൾ കിടത്താൻ പോണത്. മേജർ ഓപ്പറേഷനാണ്. നിങ്ങൾ രക്ഷപ്പെടോ ഇതിൽ നിന്ന് എന്ന് പറയാൻ പറ്റൂല. അയാൾ പറയാൻ, സാരില്ല സാറേ, അതൊക്കെ എൻ്റെ റബ്ബിൻ്റെ തീരുമാനം പോലെ വരും. അല്ല ചികിത്സിക്കാൻ പറഞ്ഞു എന്നതുകൊണ്ട് ഞാൻ ചികിത്സക്ക് വിധേയനാവുകയാണ്. അയാൾ പറയാ, അപാര ധൈര്യമുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടത്. കൃത്യം നിസ്കരിക്കുന്നവനാണോ അവന് മനസ്സമാധാനമുണ്ട് എന്ന് ഹാർബർട്ട് ബെൻസനാ പറഞ്ഞത്. ഹാർബർട്ട് ബെൻസന്റെ അടുത്ത് ഒരുപാട് രോഗികൾ വന്നു. അവരുടെയൊക്കെ പ്രശ്നം എന്തായിരുന്നു എന്നറിയങ്ങള്? അവർക്കൊക്കെ പ്രശ്നം ടെൻഷനാണ്. ഈ ടെൻഷന് പരിഹാരം തേടി വന്നവരുടെ പേരൊക്കെ ഇയാൾ എഴുതി വെച്ചു, അഡ്രസ് എഴുതി വെച്ചു. ഒരു 10-30 ആളുകളായപ്പോൾ അവരെ മുഴുവൻ ഇയാൾ അടുത്തേക്ക് വിളിച്ചു. ഇയാൾ ഒരു പുതിയ പരീക്ഷണം നടത്താൻ ആഗ്രഹിക്കുകയാണ്, ഒരു പഠനം. ഇയാൾ എന്നിട്ട് ഈ 30ഓളം ആളുകളെ നടത്തിയിട്ട് ഒരു പുതിയ പഠനം നടത്താൻ ഇയാൾ ഇവരോട് ചോദിച്ചു, നിങ്ങളിൽ മനസ്സമാധാനത്തിന് വേണ്ടി മദ്യപിക്കുന്നവരുണ്ടോ? അപ്പൊ അധിക ആളുകളും മദ്യപിക്കുന്നവരാണ്. ഇയാൾ അവരോട് പറഞ്ഞു, നിങ്ങൾ മദ്യപാനം ഒഴിവാക്കണം, എല്ലാവരോടും മദ്യപാനം നിർത്താൻ പറഞ്ഞു. നിസ്കരില്ലേ, ഖുർആനിൽ അങ്ങനെ ഉണ്ട്, നിങ്ങൾ മത്തു പിടിച്ചവരായി നിസ്കാരത്തിലേക്ക് നിങ്ങൾ കടക്കരുത്. ഖുർആനിലുണ്ട്. ഇയാൾ പറയാൻ മദ്യപാനം ഒഴിവാക്കാൻ പറഞ്ഞു. ഒഴിവാക്കിയിട്ട് ഇവരോട് വരാൻ പറഞ്ഞു. വന്നതിന് ശേഷം ഈ 30ഓളം ആളുകളോട് ഹാർബർട്ട് ബെൻസൺ പറഞ്ഞു, നിങ്ങളെ ഞാൻ ഒരു പഠനത്തിന് വിധേയമാക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത്
എല്ലാ ദിവസവും ഒരു 20 മിനിറ്റ് എല്ലാ ചിന്തയും മാറ്റിവെച്ച് ഒരു പോയിന്റിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കണം. അയാൾ പറഞ്ഞു, അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചുമരുകളിലൊക്കെ ഒരു പോയിന്റ് രേഖപ്പെടുത്തിയിട്ട് ആ പോയിന്റിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുക, വേറെ എല്ലാ ചിന്തയും മനസ്സിൽ നിന്ന് മാറ്റുക. അങ്ങനെ ഒരു മാസത്തോളം അവരോട് ചെയ്തു വരാൻ വേണ്ടി പറഞ്ഞു. ഈ പരീക്ഷണത്തിന് അവരെ വിധേയമാക്കുന്നതിന് മുമ്പ് അവരുടെ ശരീരത്തിലെ ബ്ലഡ് പരിശോധിച്ചു. ലാക്ടേറ്റിന്റെ എണ്ണം രേഖപ്പെടുത്തി. ലാക്ടേറ്റ് എന്ന് പറയുന്നൊരു ഘടകമുണ്ട് ശരീരത്തിൽ, അതാ നമ്മുടെ മാനസിക നിലയെ നിയന്ത്രിക്കുന്നത്, നമ്മളെ ബ്ലഡില്. അത് രേഖപ്പെടുത്തി. അങ്ങനെ ഒരു മാസം ഇവർ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അവരോട് ചോദിച്ചു, ഇപ്പോൾ നിങ്ങളുടെ മാനസിക പിരിമുറുക്കം എങ്ങനെയുണ്ട്? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വല്ലാത്ത മാനസിക ഉല്ലാസം ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഹാർബർട്ട് ബെൻസൺ അവരുടെ രക്തത്തിലെ ലാക്ടേറ്റ് വീണ്ടും പരിശോധിക്കാൻ പറഞ്ഞു. പരിശോധിച്ചപ്പോൾ ലാക്ടേറ്റിന്റെ എണ്ണം ഗണ്യമായി കുറഞ്ഞത് കണ്ടപ്പോ ഹാർബർട്ട് ബെൻസൺ ലോകത്തോട് പറഞ്ഞു, ടെൻഷന് വേണ്ടി 100 കണക്കിന് ഗുളിക കുടിക്കുന്നതിനേക്കാളും നല്ലത് ഏകാഗ്രമായ ധ്യാനമാണ്. ഒരു പോയിന്റിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ധ്യാനിക്കലാണ്. അതല്ലേ നിസ്കാരം. തുടങ്ങിയത് മുതൽ അവസാനം വരെ അല്ല എന്ന പോയിന്റിൽ അവസാനം അത്തഹിയ്യാത്തിലെത്തുമ്പോ അല്ലാഹുവിൽ അങ്ങ് ലയിച്ചു പോവുകയാ. ഈ ഗിഫ്റ്റ് അല്ലാഹു തന്നത് മിഅ്റാജിലാണ്, മിഅ്റാജിന്റെ രാത്രിയിലാണ്. നിസ്കാരത്തിൽ പിന്നെ ഒരുപാട് ഗുണമുണ്ട്. പള്ളിയിൽ നിന്ന് എന്താ വിളിച്ചു പറയല്? 5 നേരം വിളിച്ചു പറയലെന്താ? നിസ്കരിക്കാൻ വരി. എന്നിട്ട് പിന്നെന്താ പറഞ്ഞേ? എത്ര അന്വർത്ഥാണെന്ന് അറിയങ്ങള്. നിസ്കരിക്കാൻ വരി, എന്നിട്ടോ അത് നിങ്ങളുടെ 2 ലോകത്തെയും വിജയത്തിന്റെ മാനദണ്ഡമാ. വിജയത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ. നിസ്കരിക്കണേന് നമ്മൾ 2 കൈയും ഉതൊടുക്കില്ലേ? ഉതൊടുക്കുമ്പോ ആദ്യം ചെയ്യെന്താ? നമ്മളെ കുഞ്ഞമ്മക്കല്ലേ ആദ്യം ചെയ്യെന്താ? എന്നെ ദാറുൽ പഠിക്കണമെന്ന് മൂപ്പര് ഖുർആൻ ക്ലാസ്സിന് കൊടുത്തില്ലേ? നിങ്ങളെ നാട്ടിലല്ലേ? പന്തിരിക്കര ഇവിടെ ഒരു തെങ്ങും തോട്ടൊക്കെ ഉള്ള സ്ഥലം. എപ്പോഴും ആ തെങ്ങൊക്കെ ഉണ്ടോ? ഞാൻ നിങ്ങളെങ്ങനെ ഓർക്കാൻ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർക്കാറുണ്ട്. അന്ന് ആ ബസ്സിൽ ബേജാറായി പിടിച്ച് ഓടിപ്പാഞ്ഞു വന്നതൊക്കെ. അല്ലാഹുവേ ഖബൂൽ ചെയ്യണേ റബ്ബേ. നമ്മൾ നിസ്കരിക്കാൻ പോണതിന് മുമ്പ് ഒളു ചെയ്യും. ഒളു ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ കയ്യാ കഴുകണത്. കൈ കഴുകുന്നത് എത്രമാത്രം പ്രസക്തമാണെന്ന് നമുക്ക് മനസ്സിലായത് കൊറോണ വന്നപ്പോഴാണ്. കൊറോണ വന്നപ്പോൾ പഴയ കാലത്ത് കൈ കഴുകേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കൽ 2ാം ക്ലാസ്സിലെ ഉസ്താദ്മാരാണ്. കൊറോണ വന്നപ്പോൾ ഞാൻ കാണുന്നത് അമേരിക്കയിലെ വലിയ വലിയ പ്രൊഫസർമാർ കൈ കഴുകണത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ. എന്നിട്ടോല് പറയാൻ മെനി ടൈംസ്, ഒരു ദിവസം തന്നെ ഒരുപാട് തവണ കൈ കഴുകണമെന്ന്. 15 തവണ ഒരു ദിവസം കൈ കഴുകണമെന്ന് 14 നൂറ്റാണ്ട് മുമ്പ് പഠിപ്പിച്ച നബിയുടെ പേരാണ് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ചൊല്ലി സ്വലാത്ത്. എനിക്ക് സമയമില്ല അത് വിശദീകരിക്കാൻ, എൻ്റെ സമയം കഴിയാൻ. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ ഇസ്റാഉം മിഅ്റാജും സംസാരിക്കുന്നത് അന്ധകാലത്തെ അറബികളോടല്ല, അത്യാധുനിക ലോകത്തെ മനുഷ്യനോടാ. കാലികമാണ് ഇസ്റാ, കാലികമാണ് മിഅ്റാജ്. ഈ കാലത്തോടാണ് ഇസ്റാഉം മിഅ്റാജും സംവദിക്കുന്നത്. നിസ്കാരം അല്ലാഹു ഗിഫ്റ്റായി തന്നതാ. ഞാൻ അവസാനിപ്പിക്കാൻ എന്തുകൊണ്ട് ദീർഘമായി നമ്മൾ സംസാരിക്കുന്നില്ല. അതിനൊരു സമയത്തിനൊരു പരിധി ഉണ്ട് അല്ലേ? എത്ര 2 മണിക്കൂർ. വാക്ക കൂട്ടിയ 2 മണിക്കൂർ എന്ന അതിൻ്റെ കണക്ക്. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത് 9 ദിവസം നോക്കിയില്ല തോന്നുന്നു. 9:04 3 9:03 ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത്. 10:19 കഴിഞ്ഞ് 20 കിടക്കുകയാണ്. അതുകൊണ്ട് ഇനി നമ്മുടെ മുമ്പിൽ ദീർഘമായൊരു സമയമില്ല. ഞാൻ പറയുന്നത് പഠിക്കണം. ഇസ്രാ മിഅ്റാജ് അത് ഓരോ കൊല്ലവും ഉമ്മത്തിനോട് ഓർക്കാൻ പറയുന്നത് ഓരോ കാലഘട്ടത്തിലെ മനുഷ്യനോടാണ് ഇസ്രാഉം മിഅ്റാജും സംസാരിക്കുന്നത്. അൽഹംദുലില്ലാഹ്
ഈ സദസ്സിന് വല്ലാത്തൊരു ഭംഗിയുണ്ട്. ഞാനിനി ദ്വായിലേക്ക് കടക്കാൻ പോവാൻ. രാജാതിരാജനായ റബ്ബിൽ നിന്ന് അകന്നു പോയവർക്ക് മുഴുവൻ തിരിച്ചു വരാൻ അല്ലാഹു തന്ന രാവ്. അല്ലാഹുവേ ഞങ്ങളെ നന്നാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ നന്നാക്കി തരണേ റബ്ബേ. ഈ രാവിനൊരു വല്ലാത്ത പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചത് നമ്മുടെ കടിയങ്ങാട് ജുമഅത്ത് കടിയങ്ങാട് മഹല്ല്, അങ്ങനല്ലേ ഇത് പറയല്, കടിയങ്ങാട് മഹല്ല് ജുമഅത്ത് പള്ളിയുടെ മസ്ജിദ് പുനർനിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനവുമായി ബന്ധപ്പെട്ട 3 ദിവസത്തെ പരിപാടിയാണ്. ഈ ഡേറ്റ് കൊടുക്കുമ്പോൾ ഒരിക്കലും എനിക്കറിയില്ല ഇത് റജബ് 27 പറഞ്ഞാൽ ഞാൻ കൊടുക്കൂല. ഞാൻ അറിയാതെ കൊടുത്തു പോയത്. എന്താ കാരണം? ആക്കോട് ഇസ്ലാമിക് സെന്റർ എന്ന സംവിധാനത്തെ സഹായിക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുണ്ട്. അവരൊരു ദുആ കാത്തിരിക്കുന്ന ദിവസമാണ് ഈ ഒരു രാവ്. അതേപോലെ ശഅബാൻ 15-ന്റെ രാവ് എനിക്കെന്റെ ഇബ്രാഹിം കയോട് മുടക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ വിധേയനായി പോയതാണ്. എന്നാ ദുആ നടന്നിട്ടില്ല. പക്ഷെ ഞാൻ ഇതിവിടെ വെച്ച് നടത്തും അവർക്ക് വേണ്ടി. അവരുടെ അഭാവത്തിലുള്ള ദുആയിരിക്കുമല്ലോ അല്ലാഹു ഇജാബത്ത് കൊടുക്കുക. പക്ഷെ ഞാൻ പറയുന്നത് 27-ാം രാവ്, റജബ് 27-ാം രാവിന്റെ ഉദ്ഘാടനം. ഈ രാവ്, ഈ പരിപാടിയുടെ ഉദ്ഘാടനം 27-ന്റെ നോമ്പ് നോറ്റ്, പകലിന്റെ നോമ്പ് നോറ്റ് വന്നിട്ട് പള്ളിയുടെ ശിലാസ്ഥാപനം നടത്തുക. അതൊരു വല്ലാത്ത യോജിപ്പായി പോയി. നിങ്ങൾ 27 നോക്കിയിട്ട് ഡേറ്റ് ഉറപ്പിച്ചേ ആണോ? അല്ല, അതൊരു വല്ലാത്ത യോജിപ്പായി പോയി. കാരണം പള്ളികൾ നിസ്കാരത്തിന്റെ കേന്ദ്രങ്ങളാണ്, നന്മയുടെ കേന്ദ്രങ്ങളാണ്. പ്രധാനമായും പള്ളിയിൽ നടക്കുന്നത് നിസ്കാരങ്ങളാണല്ലോ. അതുകൊണ്ടല്ലേ പള്ളിക്ക് മസ്ജിദ് എന്ന് പേരിട്ടത്. പള്ളിക്ക് മസ്ജിദ് എന്ന് പേരിട്ടതാരാ? സമസ്തക്കാര് മുഴുവൻ കൂടിയിട്ട് മസ്ജിദ് ആയിക്കോട്ടെ എന്ന് പേരിട്ടതല്ല. പള്ളിക്ക് മസ്ജിദ് എന്ന് പേരിട്ടതല്ലയാണ്. വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്. പള്ളിക്ക് മസ്ജിദ് എന്ന് പേരിട്ടത് റബ്ബാണ്. മസ്ജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നാണ്. ലോകത്ത് ഏറ്റവും സുജൂദുകൾ വീഴുന്ന ഇടങ്ങളാണ് പള്ളികൾ. ഈ നാട്ടിൽ ഏറ്റവും സുജൂദ് വീണ സ്ഥലം ഏതാന്ന് ചോദിച്ചാ അത് അല്ലാഹുവിന്റെ പള്ളിയാണ്. ഈ നാട്ടിലെ കടിയങ്ങാട് പള്ളി ഉണ്ടായിട്ട് എത്ര വർഷമായി? അറിയാം? 100 വർഷത്തിന്റെ അടുത്ത് ഇല്ല, മേലെ അടുത്ത് 100ന്റെ ആസ്പാസിലായി എന്ന് പറഞ്ഞാൽ 100 കൊല്ലമായി ഒരേ സ്ഥലത്ത് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് സുജൂദുകൾ വീണിരിക്കുകയാണ്. എന്താ സുജൂദ്? ഒറ്റ വാക്കിൽ ഞാൻ പറയാം, സമയമില്ല. ഞാൻ പറഞ്ഞ സമയമില്ല. ഓരോന്നും ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു ദിവസം നമ്മൾ സംസാരിക്കേണ്ട വിഷയം എന്താ സുജൂദ്. ഒറ്റടിക്ക് ഞാൻ പറയാം. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഭൂമിയിൽ എന്നാണോ സുജൂദില്ലാതെയാകുന്നത് അന്നാണ് യൗമുൽ ഖിയാമ. സുജൂദ് എന്നാ നിലക്കണത് അന്ന് ലോകം അവസാനിക്കും. ഈ പ്രപഞ്ചത്തെ തന്നെ പിടിച്ചു നിർത്തുന്നത് സുജൂദാണ്. ഇതൊന്നും ഞാൻ വെറുതെ പറയല്ലേ, ഇതൊക്കെ കേട്ടാൽ പരിഹസിക്കുന്നവരുണ്ടാവും. ഈ പ്രപഞ്ചത്തെ തന്നെ പിടിച്ചു നിർത്തുന്നത് ഞങ്ങളാണെന്ന് ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞനും വാദിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ കണ്ടില്ല നിങ്ങൾ, ക്രൂ 11 അല്ലേ? അതിലുള്ള ഒരാൾക്ക് സ്പേസിലേക്ക് പോയ ശാസ്ത്രജ്ഞരിൽ ഏതോ ഒരാൾക്ക് അസുഖമായതുകൊണ്ട് തിരിച്ചു വന്നു. ആർക്കാ അസുഖം എന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഓല് പിന്നെ പറഞ്ഞത് അത് ഈ സ്പേസുമായി ബന്ധപ്പെട്ട അസുഖമൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞു. തിരിച്ചു പോന്നു. സ്പേസിലേക്ക് പോയ ഒരു പേടകത്തെ കൃത്യമായി നിയന്ത്രിച്ചു നിർത്താൻ പോലും പല സംവിധാനങ്ങളും പഠിച്ചിട്ട് ഇന്നും എല്ലാറ്റിനെയും ചിലതൊക്കെ വിജയകരമാകുന്നുണ്ട്, ചിലക്കതൊക്കെ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. ലോകത്ത് ഇന്ന് വരെ ഒരാളും പറഞ്ഞിട്ടില്ല ഞങ്ങളാണെന്ന്. പ്രപഞ്ചനാഥനായ അല്ലാഹു ഈ പ്രപഞ്ചത്തെ പിടിച്ചു നിർത്തുന്നത് സുജൂദിലാണ്. ഭൂമിയിൽ എന്നാണോ സുജൂദില്ലാതെയാകുന്നത് അന്ന് ഭൂമി ഇല്ലാതെയാകും. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ, വിശുദ്ധമായ കഅബാലയം തകർക്കപ്പെട്ടാൽ പിന്നെ ഭൂമിയിൽ ചെയ്യുന്ന ഒരു സുജൂദും അല്ലാഹു സ്വീകരിക്കൂല. സ്വീകരിക്കാതെ ആയാൽ പിന്നെ തത്ലു അശ്ശംസു മിൻ മഗ്രിബിഹാ, പടിഞ്ഞാറ് നിന്ന്
നിന്ന് സൂര്യൻ ഉദിക്കുകയായി. പിന്നെ മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറെന്ന കാഹളത്തിൽ ഊതുകയായി. ഫഇദാ ഫുനുഫിഖ ഫിസ്സൂരി നഫ്ഖത്തും വാഹിദ. ആദ്യത്തെ ഊത്തങ്ങ് വരുമ്പോ വഹുമിലത്തിൽ അർളു വൽ ജിബാലു ഫദുക്കതാ ദക്കതം വാഹിദ. ഭൂമിയും പർവ്വതങ്ങളും പരസ്പരം തമ്മിലടിക്കുകയായി. വയൗമ തമൂറുസ് സമാഉ മൗറാ. ആകാശം ആടിക്കളിക്കാൻ തുടങ്ങുകയായി. മാത്രമല്ല വഇദശംസു കുവിറത് വഇദൻ നുജൂമു ഖദറത്. ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് ഉതിർന്ന് വീഴുകയായി. സുജൂദാണ് ഈ പ്രപഞ്ചത്തെ പിടിച്ചു നിർത്തുന്നത്. സുജൂദില്ലേ ലോകം തകർന്നു പോകും. ഇനി ഞാൻ എന്തിനാണ് ഇപ്പുറങ്ങളോട് പറയുന്നത്? ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് ചൊല്ലി സ്വലാത്ത് ഞാൻ അവസാനിപ്പിക്കാൻ പോവാൻ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലോകം നാശാവണ നാശം തുടങ്ങുന്നത് പരിശുദ്ധ മക്കയുടെ നാശത്തോടു കൂടെയാണ്. റസൂലുള്ളാഹിന്റെ വേറെ ഹദീസിലില്ലേ, ഒരു ഗ്രാമം നാശമാകുന്നത് ആ ഗ്രാമത്തിലുള്ള പള്ളിയിൽ നാശം തുടങ്ങുമ്പോഴാണ്. ഇതൊക്കെ ഹദീസിലുള്ളതാ, ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ് വിശദീകരിക്കാത്തത്. പള്ളിയിൽ നാശമുണ്ടായാൽ ആ ഗ്രാമത്തിലും പ്രദേശത്തും പിന്നെ നാശമാകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പഠിച്ചോനെ, ഇനി ഉമ്മത്തിന് ഒരു പരീക്ഷണത്തിന് നീ വിധേയമാക്കല്ല റബ്ബേ. അപ്പം മുസ്ലിങ്ങളുടെ അഭിമാന സ്തംഭമാണ് പള്ളികൾ. സുജൂദുകൾ നമ്മുടെ നിലനിൽപ്പിന്റെ കേന്ദ്രങ്ങളാണ്. മാത്രല്ല ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു കാര്യമുണ്ട് നമ്മളെ. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പള്ളി എടുക്കാൻ കഴിയുമോ, നമ്മൾ അതിന് ശ്രമിക്കണേ എന്ന് റസൂലുള്ളാഹ് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, റസൂലുള്ളാഹ് പറയുക മാത്രമല്ല, പുണ്യനിബദ്ധി ചെയ്തു കാണിച്ചു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ മദീനയിൽ ചെന്ന ഉടനെ റസൂലുള്ളാഹ് ചെയ്തതെന്താ? മദീനത്ത് ചെന്ന ഉടനെ റസൂലുള്ളാഹ് ചെയ്ത റസൂലുള്ളാഹ് സ്വന്തം ഒരു വീടുണ്ടാക്കല്ല. അള്ളാന്റെ ഹബീബ് ആദ്യം ചെയ്ത് പള്ളി ഉണ്ടാക്കുക. എന്നോടൊരു ചെറുപ്പക്കാരൻ, മട്ടന്നൂർ നിവാസിയാണ് അയാൾ, എന്നോടൊരു ചെറുപ്പക്കാരനാണ്. ഒരു എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാനൊരു വീടെടുക്കണമെന്ന ആഗ്രഹമുണ്ട് എനിക്ക്. പക്ഷെ എൻ്റെ ആഗ്രഹം എനിക്കൊരു വീടെടുക്കുന്നതിന് മുമ്പ് ഒരു പള്ളി എടുക്കണം എന്നാണ്. ആദ്യം ഒരു പള്ളി എടുക്കണം എന്നാണ്, അതിന് ശേഷമേ ഞാൻ വീടെടുക്കുന്നുള്ളൂ. ാരുടെ ശൈലിയാന്നറിയോ? മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്കെ ചൊല്ലിയാണ് സ്വലാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബിന്റെ മേലുള്ള സ്വലാത്ത് കൊണ്ട് ധന്യമാക്കേണ്ട രാവാണിത്. മിഅ്റാജിന്റെ രാവല്ലേ. റസൂലുള്ളാഹ് ആദ്യം ഉണ്ടാക്കിയ പള്ളിയാണ് മസ്ജിദു ഖുബാ. ഖുർആൻ അതിനെ പേരിട്ട് മസ്ജിദു തഖ്വ. ലമസ്ജിദുൻ നുസ്സിസ അല തഖ്വ. ഹബീബായ റസൂലുള്ളാഹ് ആദ്യം ഉണ്ടാക്കിയ പള്ളിക്ക് മസ്ജിദു തഖ്വ എന്ന് അല്ലാഹു തആല തന്നെ പേരിടുകയാണ്. ഈ നോക്കൂ നിങ്ങൾ, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പിന്നെ മദീനയിലേക്ക് താമസം മാറ്റുകയാണ്. മദീനയിലേക്ക് താമസം മാറ്റിയപ്പോഴും റസൂലുള്ളാഹ് ചെയ്തതെന്താ? തന്റെ വീടിനോട് ചേർന്ന് റസൂലുള്ളാഹ് ആദ്യം പള്ളി ഉണ്ടാക്കുകയാണ്. ആ സമയത്ത് മസ്ജിദുൻ നബവി ഉണ്ടാക്കിയപ്പോ റസൂലുള്ളാഹിന്റെ കൂടെ പണിയെടുത്ത സ്വഹാബികൾ റസൂലുള്ളാഹ് അങ്ങനെ നോക്കിക്കല്ല. റസൂലുള്ളാഹ് അങ്ങനെ നോക്കി നിന്നിട്ട് അതെടുക്ക്, ആ കല്ലെടുത്ത് അത് ഇവിടെ വെക്കി, ജനൽ അവിടെ വെക്കി, മറ്റേതങ്ങ് അല്ല. അല്ലാഹുവിന്റെ ഹബീബ് പള്ളി നിർമ്മിക്കാൻ കൂടുകയാണ്. പുണ്യ നബിയും പണിയെടുക്കുകയാണ്. ലഇൻ ഖാദനാ വന്നബിയു യഅമലു ലദാക മിന്നൽ അമലുൽ മുളല്ലലു. സ്വഹാബികൾ പാടിയില്ലേ? അവരിങ്ങനെ പാടിയിട്ട് ആവേശത്തിൽ ആ മസ്ജിദുൻ നബവിയുടെ പണി പൂർത്തിയാക്കിയത്. റസൂലുള്ളാഹ് രണ്ടാമത്തെ പള്ളിയെടുത്തു, അതാണ് മസ്ജിദുൻ നബവി. മഹാനായ അല്ലാഹു 5 നേരത്തെ നിസ്കാരത്തിലും നമ്മൾ ആ പ്രവാചകന്റെ പേര് പറയുന്നില്ലേ? അതാരാ? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഓർക്കെ, ഖലീലുല്ലാഹി ഇബ്രാഹിം. അവരൊക്കെ അനുസ്മരിക്കപ്പെടുന്ന രാവാണിത്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. നോക്ക് നിങ്ങൾ, ആർക്കാ അല്ലാഹു തആല പള്ളി ഉണ്ടാക്കാനുള്ള സൗഭാഗ്യം കൊടുക്കുക? അത് അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. ഞാന് ഇവിടെ ഉള്ള എല്ലാരോടും പറയാൻ, ഞാനിവിടെ എത്ര വീടുണ്ടെന്നൊക്കെ ചോദിച്ചു. 400 ചില്ലാനം വീടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. 500-നടുത്തുണ്ട് അല്ലേ? കൃത്യം അറിയില്ലേ? 400. സെക്രട്ടറി ഖജാൻജിയ. ഹായ്, എത്ര കൃത്യ മറുപടി. എനിക്കൊരു ഷെയ്ക്കാൻഡ് തരാനാ തോന്നണേ. 485 വീടുണ്ടവിടെ. 485 വീട്ടുകാരോടും ഞാൻ പറയാ,
നിങ്ങളുടെ മഹല്ലെടുത്തൊരു തീരുമാനമുണ്ട്, അഭിമാനകരമായ തീരുമാനമായി തോന്നി എനിക്കത്. എന്നോട് ഇബ്രാഹിം വീട്ടിൽ ഭക്ഷണത്തിന് പോയി ചെന്നപ്പോ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ തീരുമാനം അള്ളാഹുവിന്റെ ഞങ്ങളുടെ നാട്ടിലെ പള്ളിക്ക് ഞങ്ങളുടെ തന്നെ പണം മതി എന്നാണ്. അത് അഹങ്കാരത്തോടെ പറഞ്ഞതല്ല, അല്ല നിഅമത്ത് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി മറ്റു നാട്ടുകാരൊന്നും പ്രയാസപ്പെടുത്താതെ നമുക്ക് തന്നെ പള്ളി നിർമ്മിച്ചു പൂർത്തിയാക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹമെന്ന്. ഞാൻ ചോദിച്ചു, എത്രയാണ് അതിന്റെ ബഡ്ജറ്റ്? എന്നോട് പറഞ്ഞൊരു 6 കോടിയാണ്. 1000 ആളുകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം 6 കോടി വരും എന്ന്. ഞാൻ നിങ്ങളോട് പറയാണ്, ഈ പള്ളി കാലികമായി ചില മാറ്റങ്ങളൊക്കെ വേണമെന്ന്. അല്ലേ? അങ്ങനല്ലേ? ഞാൻ കണ്ടിട്ടില്ല. അങ്ങനല്ലേ? അങ്ങനെയാണ്, മാറ്റം വേണം. അങ്ങനെ ഒരു സംഗതി അള്ളാഹു നടത്തണമെന്ന് ഉദ്ദേശിച്ചാൽ നമ്മളെ മനസ്സിൽ തോന്നിപ്പിക്കുക. അല്ല അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് നിന്റെ ഈ പള്ളിയാണ് പൊളിച്ചാളിന്നൊന്നും പറയില്ല. അങ്ങനെ പറയില്ല. ഭൂമിയിൽ അള്ളാഹു മനുഷ്യനോട് ഒരു പ്രവർത്തനത്തിലും നേരിട്ട് ഇന്റർഫിയർ ചെയ്യുന്നില്ല. ഉണ്ടോ? മഴ പെയ്യിപ്പിക്കണതാരാ? അല്ലാഹു. ഉസ്താദാ? അല്ല, നേരെ പറയും. മഴ പെയ്യിപ്പിക്കണതാരാ? മീകായിൽ അലൈഹിസ്സലാം. എന്താ അള്ളാഹ്ക്ക് കഴിയാത്തോണ്ടാ മീകായിലെ ഡ്യൂട്ടി ഏൽപ്പിച്ചത്? അള്ളാഹ്ക്ക് കഴിയും. അള്ളാന്റെ പ്രവർത്തനത്തിന്റെ രീതി എങ്ങനെയാണ്? ഭൂമിയിൽ ഒരു പ്രവർത്തനമായിട്ട് നേരെ അള്ളാഹു ഇടപെടുന്നില്ല. അപ്പൊ അള്ളാഹു ഇതിന്റെ ഭരണതലത്തിലിരിക്കുന്നവരുടെ മനസ്സിലോ നാട്ടിലെ ആളുകളുടെ മനസ്സിലോ അള്ളാഹു തോന്നിപ്പിക്കും. സമയമായാൽ അങ്ങനെ തോന്നി. കമ്മിറ്റി എടുത്തു, തീരുമാനമെടുത്തു. ജനറൽ ബോഡിയിൽ ചോദിച്ചു. നാട്ടുകാരെല്ലാവരും ഏകകണ്ഠമായി തീരുമാനിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ ടൈമായി എന്നാണ്. അതിന്റെ ടൈമായി. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനമാണ്. കാലികമായി നമ്മളതിനെ ഒരു മാറ്റത്തിന് വിധേയമാ. കാലികം തന്നെ അങ്ങനെയാണ്. പള്ളിയെ സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന. ഞാനൊരു സ്ഥലത്ത് ഇപ്പോൾ എനിക്ക് അറിയാം, അവിടുത്തെ മൂത്രച്ചോളി പോലും പൊളിക്കാൻ പോലും സമ്മതിക്കില്ല ചെറുപ്പക്കാർ പറഞ്ഞിട്ട്. എന്താ പറഞ്ഞേ? അത് പഴയ കാലത്തെ മനുഷ്യന്മാരുണ്ടാക്കിയതാ, അത് പൊളിക്കാൻ പറ്റൂല. അപ്പൊ വലിയ ചോദിച്ചു, ആർക്ക് മൂത്രയിക്കാൻ കയറണ പോലും മൂക്ക് പൊത്തിയിട്ട് ആ പഴയ മൂത്രച്ചുള്ളിലേക്ക് ആര് വന്ന് മൂത്രയിക്കാൻ? അന്നത്തെ ചെറുപ്പക്കാർ കയറൂലല്ലോ എന്ന് പറഞ്ഞ പോലെ പറയണത്രേ. അതിന് പറ്റുന്നവരൊക്കെ വന്നാൽ മതി. അങ്ങനല്ല. പള്ളിയെ നിസ്കരിക്കാൻ വരുന്നവർക്ക്, ഇഅ്തികാഫിന് വരുന്നവർക്കൊക്കെ സൗകര്യപ്പെടുത്തി കൊടുക്കണം. ഇബ്രാഹിം നബിയോട് മസ്ജിദുൽ ഹറാമിനെ സൗകര്യപ്പെടുത്തി കൊടുക്കണമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പോ ഹറമ് പോയൊക്കെയാണ് കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയ ഭാഗം. അത് അവിടെ തവാഫിന് വരുന്നവർക്കോ ഹാജിമാർക്കോ തടസ്സാന്ന് തോന്നിയ ഒരു ആപ്പണ്ട് പൊളിക്കും. പൊളിക്കുമല്ലോ. എന്താ കാരണം? അതിൽ ചെറിയ അസൗകര്യമുണ്ട്. അസൗകര്യം പാടില്ല. അവർ പൊളിച്ചിട്ട് പുനർനിർമ്മിക്കും. നമ്മളെ നാട്ടിൽ ആവശ്യമാണെങ്കിലും പൊളിക്കൂല. എന്താ പറയോ? അത് പഴയ കാലത്തുള്ള ആൾക്കാരെ ഹലാലായ സ്വത്തുകൊണ്ട് ഉണ്ടാക്കിയ. അപ്പൊ നമ്മളെ കയ്യിലൊന്നും ഹലാലില്ലേ? നമ്മളൊക്കെ ഹറാമാതെന്താണ്? എന്താ ഈ പറഞ്ഞേ? ഞാനൊരു സ്ഥലത്ത് പോയി നോക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അവിടെയുള്ള ആൾക്കാർ പറയാം, പൊളിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല, പൊളിച്ചാൽ ഞങ്ങൾ യുദ്ധം ചെയ്യും. എന്താ കാരണം എന്ന് വെച്ചു, ഇത് പഴയ കാലത്തെ ഹലാലായ സ്വത്തുകൊണ്ട് ഉണ്ടാക്കിയ. അപ്പം ഞാനുള്ള ഈ ചുപ്പുള്ള കയ്യിലൊക്കെ ഹറാമാ. എങ്കിൽ അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനും പറ്റൂലല്ലോ. വാങ്ങോ പറ്റൂ സാർ? അതുകൊണ്ട് ബീഫ് അതുകൊണ്ട് മട്ടൻ വാങ്ങാൻ പറ്റുമോ? ബീഫ് വാങ്ങാൻ പറ്റുമോ? തക്കാളി വാങ്ങാൻ പറ്റും പോലും പറ്റൂല. അത് വെറുതെ ന്യായം പറയാൻ. ഒരു സ്ഥലത്ത് പോയി നോക്കുമ്പോൾ അവിടെ ഭയങ്കര പ്രശ്നം. ഒരു കൂട്ടറഞ്ഞ് പള്ളി പൊളിക്കാൻ പറ്റൂല, വേറെ കൂട്ടറഞ്ഞ് പള്ളി പൊളിക്കണേ കുഴപ്പമില്ല, നീട്ടാൻ പറ്റൂല. എന്താന്ന് വെച്ചു, ഞങ്ങളെ വാപ്പാരിമാരി കബറ